മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞുപോയ യഹൂദ എന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെയും ഖർത്തൂഷ് എന്ന് പറയുന്ന ഒരു അവിശ്വാസിയുടെയും ചരിത്രമാണ്. വദ്രിബ് ലഹും മസലൻ വദ്രിബ് ലഹും مثل الرجلين جعلنا لأحدهما جنتين من أعناب وضرب لهم مثلا നബിയെ അങ്ങ് അവർക്ക് റജുലൈൻ രണ്ട് ആളുകളുടെ ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ, ആ രണ്ടാളിൽ ഒരാൾക്ക് ഞാൻ മനോഹരമായ രണ്ട് തോട്ടങ്ങളാണ് നൽകിയത്. മിൻ അനാബ്, അത് മുന്തിരി വള്ളികൾ വിളയുന്ന തോട്ടങ്ങളാണ്. വഹഫഫ്നാഹുമാ ബിദഖ്ലിൻ, ആ മുന്തിരിക്ക് ചുറ്റും ഈത്തപ്പനകളും നാം നൽകുകയുണ്ടായി. വജഅൽനാ ബൈനഹുമാ സർആ, അതിനിടയിൽ വേറെയും ഒരുപാട് കൃഷി. സത്യത്തിൽ മുന്തിരി വളരുന്നിടത്ത് ഈത്തപ്പന കായ്ക്കാറില്ല. ഇപ്പം മുന്തിരി, ഫലസ്തീനിൽ മുന്തിരിത്തോട്ടങ്ങളുണ്ട്, ജോർഡാനിലുണ്ട് മുന്തിരിത്തോട്ടങ്ങൾ, തണുപ്പ് പ്രദേശങ്ങളിൽ വളരെ കൂടുതലാണ്. പക്ഷെ അവിടെ ഈത്തപ്പന കായ്ക്കൂല. അള്ളാഹു ഇദ്ദേഹത്തിന് നൽകിയത് വിചിത്രമായ രണ്ട് തോട്ടങ്ങളാണ്. രണ്ട് ഭൂപ്രദേശങ്ങളിൽ കിട്ടുന്നത് ഒരുമിച്ച് ഒരു സ്ഥലത്ത് അള്ളാഹു നൽകിയ ഒരു മുതലാളി. കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹാ, ആ രണ്ട് തോട്ടങ്ങളും അതിൻ്റെ വിളവ് കൃത്യമായും നൽകുകയുണ്ടായി. ഈത്തപ്പന കായ്ക്കാത്തിടത്തത് കായ്ച്ചു. സലാല സിറ്റിയിൽ, ഒമാനിലെ സലാലയുടെ ഹൃദയഭാഗം ഒരു കേരളീയ ചുറ്റുപാടുള്ള പ്രദേശമാണ്, പോയവർക്കറിയാം. ചേരമാൻ പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു അന്ത്യവിഷമം കൊള്ളുന്ന ഒരു പ്രദേശം. അവിടെ ഈത്തപ്പന കായ്ക്കൂല. തെങ്ങും വെറ്റിലയും കമുങ്ങും ഒക്കെ ഉണ്ട്, ധാരാളം വാഴയുണ്ട്, കപ്പയുണ്ട്, പക്ഷെ ഈത്തപ്പന കായ്ക്കൂല. സലാലയുടെ ആ പ്രദേശത്ത്, സിറ്റി ഭാഗത്ത് കുറച്ചങ്ങോട്ട് മാറി മരുപ്രദേശങ്ങളുണ്ട്, അവിടെയുണ്ട്. കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹാ, രണ്ട് തോട്ടങ്ങളും കൃത്യമായും അതിൻ്റെ വിളവ് വിഭവം നൽകുകയുണ്ടായി. വലം തളുലിം മിൻഹു ഷൈആ, ഒന്നുമേ അയാളോട് അനീതി ചെയ്തില്ല എന്ന് പറഞ്ഞ് എല്ലാം കൃത്യമായി കായ്ച്ചു. വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ, ആ തോട്ടങ്ങൾ നനക്കാൻ ഒരു പമ്പ് പോലും വെക്കേണ്ടതില്ലാത്ത വിധം സരളമായി ഒഴുകുന്ന അരുവികൾ ആ തോട്ടത്തിനിടയിലൂടെ നാം ഒരുക്കി കൊടുത്തു. നാച്ചുറൽ സ്പ്രിങ്സ്. വകാന ലഹു സമർ, അങ്ങനെ ഒരുപാട് പൈസയുണ്ടായി, വിഭവമായി. മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു, ഒരുപാട് കാശുണ്ടായി. ഫഖാല ലിസാഹിബിഹി, ഖർത്തൂഷ് എന്ന് പറയുന്ന ഈ മുതലാളി തൻ്റെ കൂട്ടുകാരനായ യഹൂദയായ മുസ്ലിമായ പാവം കൂട്ടുകാരനോട് ചോദിക്കുന്നു. വഹുവ യുഹാവിറു, അയാളോട് ഒരു സംഭാഷണം നടക്കവേ അദ്ദേഹത്തോട് പറയാൻ, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ, നിന്നെക്കാളും കാശ് എൻ്റെ കയ്യിലാണല്ലോ. വഅഅസ്സു നഫറാ, അഭിമാനികളായ ആൾക്കൂട്ടവും എനിക്കാണല്ലോ നിന്നെക്കാളും ആൾക്കാർക്കിടയിൽ പ്രിയവും സ്ഥാനവും. ഞാൻ പൈസക്കാരനല്ലേ, നിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞതാണ് ചരിത്രം. സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു ഈ വിഷയം പ്രവർത്തിച്ചിട്ടുണ്ട്. രണ്ടുപേരും വലിയ സമ്പത്തുണ്ടായിരുന്നവര്. ഖർത്തൂഷ് എന്ന് പറയുന്ന ഈ കൂട്ടുകാരനും യഹൂദയും ഒരുമിച്ച് വലിയ സമ്പത്തുണ്ടായ ആളുകളാണ്. പക്ഷേ തന്റെ സമ്പത്ത് മുഴുവനും സന്മാർഗത്തിൽ ചെലവഴിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, നാട്ടുകാർക്ക്, പാവപ്പെട്ടവർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക്. ആ സമയത്തൊക്കെ ഖർത്തൂഷ് തന്റെ സമ്പാദ്യം ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചു. എല്ലാം അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ച് എല്ലാം കൈവിട്ടുപോയൊരു നേരത്ത്, കൈവിട്ടു പോവുക എന്ന് പറഞ്ഞാൽ പരലോകത്ത് കൈവിട്ടു പോവില്ല. അത് അള്ളാഹു അത് അവർക്ക് അഭയമായി, സ്വത്തായി അള്ളാഹു പരലോകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ആരടുത്ത് പോകും? ആരോട് കടം ചോദിക്കും?
അപ്പൊ പണ്ടത്തെ കൂട്ടുകാരുണ്ടല്ലോ, ഒരുമിച്ച് ബിസിനസ് ചെയ്ത ആള് ഖർത്തൂഷ്, ഒന്ന് പോയി ചോദിച്ചു നോക്കാം. പക്ഷെ അദ്ദേഹം അള്ളാഹുൽ വിശ്വസിച്ചിരുന്ന ആളല്ല. അദ്ദേഹത്തോട് പോയിട്ട് ചോദിച്ചു, ഞാനിപ്പോ വലിയ വിഷമത്തിലാണ്, കുറച്ച് കടം തരുമോ, കുറച്ച് സഹായിക്കുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ലേ? നീ എന്ത് ചെയ്തു? ഞാനത് സന്മാർഗത്തിൽ ചെലവഴിച്ചു, ഞാനത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ടിപ്പോ എന്തായി? ഒക്കെ പോയില്ലേ? എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല, പക്ഷെ പരലോകത്ത് എനിക്ക് കിട്ടും. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ടാന്ന്? യഖൂലു അഇന്നക ലമിനൽ മുസ്സദ്ദിഖീൻ. നീ ഇങ്ങനെ ദാനം ചെയ്ത് നടന്നല്ലേ? ഹൽ അൻതും മുത്തലിഊൻ. തന്റെ കൂട്ടുകാരനെ പഴിചാരുകയും നന്മ ചെയ്തതിന്റെ പേരിൽ കളിയാക്കുകയും ചെയ്ത് ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് സെൽഫിഷായി സ്വാർത്ഥനായിട്ട് സമ്പത്ത് കൈയടക്കി വെച്ച ഈ മനുഷ്യൻ തന്റെ കൂട്ടുകാരൻ ചെയ്ത നന്മയെ പുച്ഛമായി തള്ളുകയും കാശില്ലാത്തവന് എന്ത് സ്ഥാനം എന്ന് പുച്ഛത്തോടെ ചോദിച്ചപ്പോഴേ ഹൽ അൻതും മുത്തലിഊൻ, പരലോകത്തേക്ക് ചെല്ലുമ്പോൾ അല്ലാഹു ഈ സത്യവിശ്വാസിയായ യഹൂദക്ക് സ്വർഗം നൽകുന്നു. ഫത്വലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. തന്റെ കൂട്ടുകാരനായ ഖർത്തൂഷ് തന്നെ കളിയാക്കിയവനെ നരകത്തിന്റെ മധ്യത്തിൽ അവൻ കാണുന്നു, അയാളെ കാണുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്തിൽ പറയുന്നത് ഇതേ സംഭവമാണ്. അല്ലാഹു തആല പറയുന്നു, വദഖല ജന്നതഹ, തന്റെ തോട്ടത്തിലേക്ക് കയറി ചെല്ലുകയാണ്. വഹുവ ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അതിക്രമം ചെയ്തവനാണ് അയാൾ. എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം അല്ലാഹുവിന് വഴങ്ങാതെ, നിസ്കരിക്കാതെ, അനുസരിക്കാതെ, നന്മ ചെയ്യാതെ ജീവിച്ച ഒരാൾ. മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഇത് എക്കാലവും ഇങ്ങനെ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയാൾ പറഞ്ഞു, ഈ സമ്പത്ത്, ഈ ബിസിനസ്, ഈ കാശ്, ഈ ആളുകൾ, എൻ്റെ വീട്, എൻ്റെ സൗകര്യങ്ങള്, ഇതിവിടെ എന്തുണ്ടാകും? ഇതൊന്നും നശിക്കാൻ പോകുന്നില്ല, ഇതാർക്കും എടുത്തു കളയാനും കഴിയില്ല. വമാ അദുന്നു സ്സാഅത ഖായിമ, ഖിയാമത്ത് നാൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു പോലുമില്ല. അയാൾ പറയാണ്, അവിശ്വാസി. ഖിയാമത്ത് നാൾ നടക്കുക, അങ്ങനെ സംഭവം ഉണ്ടോ? അങ്ങനെ ആരൊക്കെ പറഞ്ഞു 2000 നടക്കും, നടന്നിട്ടില്ലല്ലോ. ഇനി 2020 അതും നടന്നിട്ടില്ല. 2020 ജനുവരി കഴിഞ്ഞു. ഇതൊക്കെ നടക്കുന്നെങ്കിൽ എപ്പോഴേ നടക്കണ്ടേ? വമാ അദുന്നു സ്സാഅത ഖായിമ, ഇനിയിപ്പോ നടന്നാ തന്നെ വല ഇറുദിതു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ. സങ്കൽപ്പിക്കുക, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്, അങ്ങനെ ഒരു അന്ത്യനാൾ ഉണ്ടെങ്കിൽ ദുന്യാവിൽ എനിക്ക് കാശ് തന്ന പടച്ചവൻ അവിടെ എനിക്ക് തരും. അതിനിപ്പോ ഈ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കൊന്നും വേണ്ട, അനുസരിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഓരോരുത്തരുടെ തലഭാഗ്യമാണ് എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരനോട് വേദനിക്കുന്ന വാക്ക് പറഞ്ഞ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എല്ലാം അല്ലാഹു അങ്ങ് പിടിച്ചു വാങ്ങിച്ചു. പെട്ടെന്നായിരുന്നു ഒരു തകർച്ച, ഒരു ഡൗൺഫാൾ, മേലെ നിന്ന് താഴേക്കൊരു പതനം. എല്ലാ ബിസിനസ്സുകളും തെറ്റി, എല്ലാ കണക്കുകൂട്ടലുകളും അവസാനിച്ചു, എല്ലാ കാൽക്കുലേഷൻസും തെറ്റിപ്പോയി, തകർന്നു, തരിപ്പണമായി, കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ തോട്ടം, ആ നൽകിയ അനുഗ്രഹം അള്ളാഹു അങ്ങ് പിടിച്ചു വാങ്ങിച്ചു. എന്റെ കൂട്ടുകാരൻ പറയുമായിരുന്നു, നിന്റെ സമ്പത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്നല്ലോ നീ പറയേണ്ടത്. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ അതല്ലേ പറയേണ്ടത്? നിന്റെ രാജ്യത്തെ സമാധാനം കാണുമ്പോ, നിന്റെ മക്കള് പഠിച്ചു വലുതാകുന്നത് കാണുമ്പോ, നിന്റെ മക്കൾക്ക്, നിനക്ക് കച്ചവടം, ജോലി, സമ്പാദ്യം, ആരോഗ്യം ഇതൊക്കെ അല്ലാഹു തന്നപ്പോഴേ, നിന്റെ കയ്യിൽ അല്ലാഹു കാശ് തന്നപ്പോഴേ ഖുൽത മാഷാ അല്ലാഹ്, ഇത് അല്ലാഹു ഉദ്ദേശിച്ചു, അതുകൊണ്ട് എന്റെ കയ്യിൽ തന്നു, എന്റെ മേന്മയല്ല ഇത്. മാഷാ അല്ലാഹ്, അല്ലാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു. അതല്ലേ മാഷാ അല്ലാഹ് അർത്ഥം? അല്ലാഹു എന്ത് ഉദ്ദേശിച്ചു അത് നടക്കുന്നു. മാഷാ അല്ലാഹ്
ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നൽകുന്ന കഴിവല്ലാതെ ഒരു കഴിവും എനിക്കില്ല കേട്ടോ. അല്ലാഹുവിന്റെ കയ്യിൽ തന്നത് എന്നല്ലേ നീ പറയേണ്ടത്. ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദാ, കുടുംബവും മക്കളും സമ്പാദ്യവും ഒക്കെ കുറഞ്ഞവനാണെന്ന് നീ എന്നെപ്പറ്റി കുറവ് പറയല്ലേ. ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക്, നിന്റെ ഈ ബിസിനസിനേക്കാളും നിന്റെ ഈ തോട്ടങ്ങളെക്കാളും ഒക്കെ എത്രയോ എനിക്ക് തരാൻ അല്ലാഹു കഴിവുള്ളവനാണ്. വയുർസില അലൈഹാ ഹുസ്ബാനം മിനസ് സമാ ഫതുസ്ബിഹ സഈദൻ സലഖാ, നിന്റെ ഈ തോട്ടത്തിൽ അതിന് നാശം വരുത്താൻ അല്ലാഹുവിനൊരു കാറ്റടിച്ച് വീശിയാൽ മതി. ഒരു തീക്കാറ്റ്, ഏതെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം, അതിലൂടെയെല്ലാം അല്ലാഹുവിനെ നശിപ്പിക്കാൻ കഴിയില്ലയോ. ഔ യുസ്ബിഹ മാഉഹാ ഗൗറാ, നിന്റെ കിണറ്റിലെ വെള്ളം, നിന്റെ അരുവിയിലെ വെള്ളം അത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ അല്ലാഹുവിന് കഴിയും. ഫലൻ തസ്തതിഅ ലഹു തലബാ, you will never be able to get them back. പിന്നെ നീ തേടിപ്പോയിട്ട് കാര്യമില്ല, കിട്ടൂല. അല്ലാഹു ഇത് കൊണ്ടുപോയാൽ നീ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടിയിരുന്നത് എന്ന് തന്റെ പാവമായ കൂട്ടുകാരൻ മറുപടി കൊടുത്തത് ശ്രദ്ധിക്കാതെ അഹങ്കരിച്ചതിന് പകരം അല്ലാഹു ഒരു നിഅമത്തിനെ എടുത്തു കളഞ്ഞു എന്ന് പറയുന്ന ഭാഗമാണ് സൂറത്തുൽ കഹ്ഫിലെ ചിന്തിക്കേണ്ട ചരിത്രങ്ങളിൽ 4 അല്ലാഹു പറഞ്ഞതിൽ 2ാമത്തെ ചരിത്രം ഇതാണ്. നമ്മളൊരു പക്ഷേ മനസ്സമാധാനം എന്ന നിഅമത്ത് ഇത് എത്ര വലുതാണെന്ന് ചിന്തിച്ചു കാണില്ല. വത്വീബുൻ നഫ്സി മിനൻ നഈം, മനസ്സമാധാനം എന്നത് നാളെ അല്ലാഹു ചോദിക്കുന്ന അത്യുൽകർഷമായ വളരെ മനോഹരമായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ് ത്വീബുൻ നഫ്സ്. സമാധാനം തോന്നുക എന്നത് വലിയൊരു നിഅമത്താണ്. തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലാഹു നിങ്ങളോട് നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളെക്കുറിച്ച് ചോദിക്കും. ആ സുഖങ്ങളിൽ വലുത് വീടില്ലാത്തവനും മനസ്സമാധാനമുണ്ടാകാം. ആരോഗ്യമുള്ള ആളാണ്, ആരോഗ്യമില്ലാത്തവനാണ്, പക്ഷെ മനസ്സിന് റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. മനസ്സമാധാനം ഒരു രാജ്യത്തിൻ്റെത്, ഒരു ജനവിഭാഗത്തിൻ്റെത്, ഒരു പ്രദേശത്തിൻ്റെത് ഒക്കെ വലിയ നിഅമത്താണ്. നമ്മൾ എന്തേതിന് അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ മറന്നുപോവുകയോ ഉപേക്ഷ വരുത്തുകയോ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ഈ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുകയാണ്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇരുളിനെ വെളിച്ചം കൊണ്ടുവരാനും വെളിച്ചത്തെ എടുത്തുമാറ്റി ഇരുട്ട് കൊണ്ടുവരാനും കഴിവുള്ളവനാണ് അല്ലാഹു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അല്ലാഹുവേ ഇരുട്ടിന് ശേഷം പ്രഭാതം കൊണ്ടുവരുന്ന അല്ലാഹുവേ, അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന ആയത്തിന്റെ അർത്ഥം. അല്ലാഹുവേ നീയാണ് പ്രഭാതം കൊണ്ടുവരുന്നത്. ഇരുള് സങ്കടമാണ്, ഇരുള് വിഷമമാണ്, ഇരുട്ട് ബുദ്ധിമുട്ടാണ്. ഇരുട്ടിനെ നീക്കിയിട്ട് വെളിച്ചം ഭൂമിയിലേക്ക് തരുന്നവനെ അല്ലാഹുവേ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഇവിടെയുള്ളത് മുഴുവനും നീയല്ലാത്ത മാസിവൽ ബാരി, സൃഷ്ടാവായ അല്ലാഹുവിന്റെ ബാക്കിയെല്ലാം അവന്റെ സൃഷ്ടികളാണ്. ഇതിന്റെയൊക്കെ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ ആ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ടാകുമ്പോൾ, ഇരുൾ മുറ്റി വരുമ്പോൾ, രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ അപകടങ്ങൾ. വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ്, മനുഷ്യനെ പിശാച് വേല ചെയ്തുകൊണ്ട് സിഹ്ർ ചെയ്ത് ഉപദ്രവിക്കുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ പൂണ്ടുന്ന മനസ്സിന്റെ ആളുകളുടെ അസൂയയിൽ നിന്ന് എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന സൂറയാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ധാരാളം മുഅവ്വിദതൈൻ, അതൊരു കാവലാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മാ തഅവ്വദ ബിഹിന്ന മുതഅവ്വിദുൻ. അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിനോട് കാവൽ ചോദിച്ചാൽ അല്ലാഹു അവർക്ക് കാവൽ നൽകിയിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ, സ്വർഗത്തിന്റെ നിധിയോ? ദുന്യാവിലെ നിധിക്ക് തന്നെ ആളുകൾ എന്താണ് ഓട്ടം, കിട്ടുകയാണെങ്കിൽ എത്ര ആളുകളാ പറ്റിക്കപ്പെടുന്നത് നിധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, എത്ര സംഭവങ്ങളുണ്ടെന്നറിയോ? പുരയിൽ നിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ സ്വർണം പുരട്ടിയത് കൊണ്ടേ കുഴിച്ചിട്ട് കൊടുക്കും, അവരെന്ന് വന്നിട്ട് എടുത്തു കൊടുക്കും.
ഇതിൻ്റെ താഴെ ഇതിലും വലുതുണ്ട് കേട്ടോ, കിട്ടണമെങ്കിൽ 10 ലക്ഷം എടുത്തു വെച്ചേക്കണം, എന്നാലേ ടാക്സ് കൊടുക്കണ്ടേ, അത് കൊടുക്കണ്ടേ. ദുന്യാവിലെ ഭൂമിയിലെ നിധിക്ക് എത്രയാ ഡിമാൻഡ്? അപ്പൊ കുനൂസുൽ ജന്ന, സ്വർഗത്തിന്റെ നിധി എത്രയായിരിക്കും? ബലായ റസൂലല്ലാഹ് പറഞ്ഞു തരൂ നബിയെ. ഖാല, സ്വർഗത്തിന്റെ നിധിയാണ് സ്വർഗത്തിലേക്ക് എത്താനും അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാനും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്രയേ ഉള്ളൂ. ലാ ഹൗല വലാ ഖുവത. പടച്ചതമ്പുരാനെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിലേക്ക് വരാനും എല്ലാ അനുഗ്രഹങ്ങളുണ്ടാകാനും തിന്മകൾ ഉച്ചാടനം ചെയ്യപ്പെടാനും ഇല്ലാ ബില്ലാഹ്, സർവേശ്വരനായ അല്ലാഹുവേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ. ഞങ്ങൾ ഒരു കഴിവുമില്ലാത്ത പാവങ്ങളാണെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് സമ്മതിക്കുന്ന ആശയമാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇദാ ഖാലഹൽ അബ്ദു, ഒരു അടിമയെങ്ങാനും അത് ചൊല്ലുകയാണെങ്കിൽ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറയും അസ്ലമ അബ്ദി വസ്തസ്ലം, എൻ്റെ അടിമ ശരിയായ മുസ്ലിമായിരിക്കുന്നു, അവൻ എനിക്ക് വണങ്ങിയിരിക്കുന്നു എന്ന് അല്ലാഹു മറുപടി പറയുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് തിന്മയെയും തടയാൻ അല്ലാഹുവിന് കഴിയും. അതാരെങ്കിലും തടഞ്ഞു വെച്ചാൽ പടച്ചതമ്പുരാനല്ലാതെ അതെടുത്തു മാറ്റാൻ കഴിയില്ല, തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ നീ തരുന്ന കഴിവല്ലാതെ ലോകത്ത് ഒരാൾക്കും, ഒരു മനുഷ്യനും, ഒരു സംഘടനക്കും, ഒരു ആൾക്കൂട്ടത്തിനും, ഒരു ഭരണകൂടത്തിനും, ഒന്നിനുമേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല. അത് നീ പിടിച്ചു വെച്ചാൽ അത് ആർക്കും തിരിച്ചെടുക്കാനും കഴിയില്ല. നീ സംരക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിച്ചവരെ ആരെന്ത് വിചാരിച്ചാലും ആ സംരക്ഷണം എടുത്തു മാറ്റാനും ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതങ്ങ് ഉള്ളിലേക്ക് കടന്നാൽ എന്തിനാ ഈ പേടി? എന്തിനാണ് ഈ ഭയം? എന്തിനാണ് എന്തെന്നില്ലാത്ത ബേജാറ്? ജനങ്ങളൊക്കെ എന്തോ ഒരു പടച്ചോനെ ദുന്യാവിന്ന് പോകേണ്ടി വരുമെന്ന് അല്ലാഹു തആല ഇത്രമേൽ പറഞ്ഞിട്ട് അനങ്ങാത്തവരൊക്കെ എത്ര പെട്ടെന്നാണ് നിസ്കാരമൊക്കെ തുടങ്ങിയത്? എത്ര പെട്ടെന്നാണ് സ്വലാത്തുകളും ദിക്റൊക്കെ ചോദിച്ച് വാങ്ങിച്ച് പഠിക്കാൻ തുടങ്ങിയത്? എന്തേ നമുക്ക് പേടിയായോ? ഇന്നാ ലില്ലാഹ്, we all belong to Allah, wa inna ilayhi raji'un, and unto him is the final return. നമ്മൾ അല്ലാഹുവിനുള്ളവരാണ്, അവനിലേക്കാണ് ഇനി ഏത് ആളും, ഏത് മതവിഭാഗമാവട്ടെ, മതമില്ലാത്തവനാകട്ടെ, he has to return to Allah. എന്നല്ലാതെ ഇവിടെ കാലാകാലം നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആർക്കും തിരിച്ചു പോകണം. അതിൻ്റെ ഇടയ്ക്ക് ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ലോകത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞതാണ്. അങ്ങനെ ചില ഒച്ചപ്പാടുകൾ നമ്മൾ കേൾക്കാതെ പോരെയായിരുന്നു. അപ്പൊ നമുക്ക് ചില ഒച്ചപ്പാടുകൾ കേട്ടു തുടങ്ങിയപ്പോൾ അസ്വസ്ഥതകളായി എന്ന് മാത്രം. ഇതൊക്കെ ഉണരാനുള്ള ഉണർത്തലുകളാണ്. അള്ളാഹു നമ്മെ ഉണർത്തി തരട്ടെ. ആമീൻ. ഈമാൻ വേണം, അള്ളാഹുവിൽ ഈമാൻ വേണം. ഒരു മഖ്ലൂക്കിനും അള്ളാഹുവിൻ്റെ ഖദറില്ലാതെ, ഖളാ ഇല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈമാൻ കാര്യം പൂർത്തിയാവുക, അല്ലേ? നമ്മൾ എന്തിനായി പേടിക്കുന്നത്? എൻ്റെ റബ്ബ് തീരുമാനിക്കാതെ ഒന്നുമേ ഒരാൾക്കുമേ ഇവിടെ ചെയ്യാൻ കഴിയില്ല. എൻ്റെ അള്ളാഹു തീരുമാനിച്ചോ അത് ആരെ കൊണ്ട് ഇവിടെ തടുക്കാൻ കഴിയില്ല. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. സജ്ജനങ്ങളുടെ പാതയിലൂടെ, സജ്ജനങ്ങളുടെ പാത എന്ന ഒരു വിഷയമാണ് ഇപ്പോൾ അടുത്ത സമയങ്ങളിലായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ വിഷയം. അതിൻ്റെ ഒരു തുടർച്ചയാണിവിടെ. മഹാനായ അബൂ ഖുദാമ അശ്ശാമി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഖുദാമയുണ്ട് മാലിക്കി മദ്ഹബിന്റെ പണ്ഡിതൻ. ഇത് അബൂ ഖുദാമത്തു അശ്ശാമി റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് ഷാം എന്ന് പറയുന്നത് ഇന്നത്തെ ഫലസ്തീനാണ്, ജോർഡാനാണ്, ലെബനോനാണ്, സിറിയയാണ്. ഷാമും റോമും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്ന സമയം മുസ്ലിം ലോകത്തേക്ക് റോമൻ സൈന്യം കടന്നാക്രമണം നടത്തുമ്പോൾ ആ സൈന്യത്തെ പ്രതിരോധിക്കാൻ, ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആളുകളെ ക്ഷണിക്കുകയാണ് മഹാനായ അബൂ ഖുദാമത്തു അശ്ശാമി. അദ്ദേഹം അവിടുത്തെ ഖതീബാണ്, പ്രഭാഷകനാണ്, പണ്ഡിതനാണ്, നേതാവാണ്. അന്ന് ഷാമിന്റെ മിമ്പറിൽ അബൂ ഖുദാമത്തു അശ്ശാമി റഹ്മത്തുള്ളാഹി അലൈഹി
ജനങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ, ഒരു രാജ്യത്തിൻ്റെ അമ്നും അമാനും, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, when it is at stake, നമ്മൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭംഗം വരുമ്പോൾ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ മുസ്ലിമും രാജ്യത്തിന് വേണ്ടി പടപൊരുതാൻ ബാധ്യസ്ഥരാണ്. രാജ്യം സംരക്ഷിക്കപ്പെടണം. അബൂ ഖുദാമത്തു ശാമി, മാലക്കും ഇദാ ഖീല ലകും ഇൻഫിറൂ ഫീ സബീലില്ലാഹ് ഇൻഫിറൂ ഫീ സബീലില്ലാഹി ثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. നിങ്ങൾ എന്താണ് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണോ? നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലേ? അർദീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, പരലോകം വേണ്ടെന്ന് വെച്ച് നിങ്ങൾ ഐഹികതയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണോ? ഫമാ മതാഉൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഈ ലോകത്ത് എത്ര കാലം ജീവിച്ചാലും പരലോകത്തിന്റെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ അത് ഒന്നുമല്ല. ആയത്തൊക്കെ ഓതി മഹാൻ. ഇത് തൊട്ടടുത്ത് വീട്ടുകാരിയായ ഒരു ഉമ്മ, ആ ഉമ്മ ഇങ്ങനെ കേൾക്കുകയാണ്. അബൂ ഖുദാമത്തു ശാമി തങ്ങൾ ഖുതുബയും നിസ്കാരവും കഴിഞ്ഞ് നടന്നു പോകുമ്പോ യാ അബാ ഖുദാമ, ഒരു ഉമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, യാ അബാ ഖുദാമ. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ലേ, ഒരു സ്ത്രീ ശബ്ദമാണ്, എന്തെങ്കിലും പോയിക്കോളൂന്ന് വിചാരിച്ചു. വീണ്ടും വിളിച്ചു, യാ അബാ ഖുദാമ. മൂന്നാമത്തെ തവണയും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ ആ ഉമ്മ പറഞ്ഞു, യാ അബാ ഖുദാമ മാ ഹാദാ ബിഖുലുഖിസ് സ്വാലിഹീൻ, ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമല്ല. ഞാൻ നിങ്ങൾ വിളിക്കുക, നിങ്ങൾ തിരിഞ്ഞു നോക്കാണ്ട് പോവുക. ഒരു സഹോദരിയാണ്, അത്രക്ക് അർജന്റ് വിഷയമാണെങ്കിൽ അത് എത്തിയേക്കും എന്ന ധൈര്യത്തിലാണ് മഹാൻ അങ്ങനെ പോയതെന്നാണ്. ആ ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ മഹാൻ ചോദിച്ചു, എന്തേ നിങ്ങളുടെ വിഷയം? പറഞ്ഞു, അബൂ ഖുദാമ, ഷാമിന്റെ സുരക്ഷിതത്വം ഭീഷണിയിലായിരുന്ന ഈ നേരത്തെ, ഭീഷണിയിലായിരിക്കുമ്പോ റോമൻ പടയാളികളോട് പടപൊരുതാൻ പുരുഷന്മാരോട് ആഹ്വാനം ചെയ്യുന്ന നിങ്ങളുടെ ആഹ്വാന പ്രസംഗം ഞാൻ കേൾക്കുകയായിരുന്നു. എന്റെ 2 മുടിയുടെ ഇഴകളല്ലാതെ, എന്റെ മുടിക്കെട്ടല്ലാതെ മറ്റൊരു സമ്പാദ്യവും എനിക്കില്ല. നല്ല സമൃദ്ധമായി വളരുന്ന മുടിയുണ്ടവർക്ക്. 2 ഇഴകളായി മുടഞ്ഞു വെക്കുന്ന ആ മുടിക്കെട്ടുകൾ, 2 ഭാഗത്തെ മുടിയും അവര് കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ലാമ ഇബ്നുൽ ജൗസി പറഞ്ഞു, പെണ്ണുങ്ങൾ മൊട്ടയടിക്കാൻ പാടില്ല, ഹറാമാണ്. പെണ്ണുങ്ങൾക്ക് മുടി അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല, പുരുഷന്മാരെ പോലെ ചെറുതാക്കാൻ തന്നെ പാടില്ല. പക്ഷേ ആ ഉമ്മയുടെ ഖസ്ദ്, നിയ്യത്ത് നല്ലതായിരുന്നു. ചെയ്യാൻ പാടില്ലാത്ത പണിയാ ചെയ്തത്. 2 നീണ്ട മുടിയിഴകൾ കൊണ്ടുവന്നിട്ട് പറയുന്നു, അബൂ ഖുദാമ, അബൂ ഖുദാമ, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ജീവാർപ്പണം ചെയ്യാൻ പോകുമ്പോൾ കയ്യിൽ തരാൻ സമ്പാദ്യം ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ എൻ്റെ നീളമുള്ള ഈ മുടിക്കെട്ടിന്റെ 2 ഇഴ, ഇത് നിങ്ങൾ ഈ യുദ്ധത്തിൽ കുതിരകളുണ്ടല്ലോ, നിങ്ങൾ കുതിര സവാരിക്കാർക്ക് കൊടുക്കുന്ന, അവർക്ക് മൂക്കുകയറായി പിടിക്കാൻ എൻ്റെ ഈ മുടിയിഴകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥയാണ്. എൻ്റെ ഒരു തലമുടിയുടെ അംശമെങ്കിലും കിടക്കട്ടെ അധർമ്മത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ എന്ന് പറഞ്ഞ് ആ ഉമ്മ ഒരു പൊതിയാണ് കൊടുക്കുന്നത് അബൂ ഖുദാമത്തു ശാമിയുടെ കയ്യിൽ. ഞങ്ങളുടെ കണ്ണ് നനഞ്ഞുപോയി. പടച്ചവനെ, ഒരു പെണ്ണ് എത്ര സ്നേഹിക്കും, എത്ര താലോലിച്ചിട്ടാണ് മുടി വളർത്തി, എത്ര എണ്ണയാ എന്തൊക്കെയാ ഉണ്ടാക്കിയിട്ട് തേക്കുന്നത് തലയിൽ, മുടിയൊന്ന് സമൃദ്ധമായി വളരാൻ വേണ്ടി. അതങ്ങ് മുറിച്ചു കൊടുക്കുകയാണ്. അവർ ചെയ്തത് തെറ്റാണ്, ഹറാമാണ്, അങ്ങനെ മുടി കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അവര് നല്ല നിയ്യത്ത്, മനസ്സിന്റെ ഉദ്ദേശം നന്നായിരുന്നു എന്ന് പറഞ്ഞു മഹാനായ ഇബ്നുൽ ജൗസി സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട്. ശരി, ഞാനതെടുത്തേക്കാം. ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നുണ്ട്. അബൂ ഖുദാമ, ഞാൻ നിങ്ങളുടെ കൂടെ ഈ റോമൻ സൈന്യത്തിലേക്കൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു വരുന്നു. ചോദിച്ചു, മോൻ, യു ആർ ടു യങ് ടു ബി പാർട്ട് ഓഫ് ദ ആർമി. പോകണമെന്ന് പറഞ്ഞു. നീ ചെറിയ കുട്ടിയല്ലേ? അല്ലല്ല, എനിക്ക് വരണം. ഞാൻ വരാൻ. നീ വരരുത്, നീ വളരെ ചെറുപ്പമാണ്. ഞാൻ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കൊരിടം തരണം, എന്നെ തട്ടിക്കളയരുത്. എന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്.
എനിക്കൊരു 3 അമ്പ് കൂടെ തരാൻ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ വാ. അബൂ ഖുദാമ, എന്നെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഞാൻ ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിക്കരുത്. എനിക്ക് ശക്തമായി ഇടപെടാൻ കഴിയും. എനിക്ക് 3 അമ്പ് തരുമോ? ഞാൻ തരാം, പക്ഷെ ഒരു ഇതൊക്കെ വിലപിടിപ്പുള്ള സാധനമാണ്, ഇത് കുട്ടികൾക്കുള്ളതല്ല. ഇത് 3 അമ്പ് എന്ന് പറഞ്ഞാൽ അതിന് എത്രയാണ് വില? അബൂ ഖുദാമ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബൂ ഖുദാമത്തു ശാമിയോട് ഈ മോഹൻ ഒരു അമ്പ് ചോദിച്ചു. 50ന്റെ ലക്ഷ്യം കണ്ടു. രണ്ടാമത് ചോദിച്ചു, അതും കൊടുത്തു, അതുകൊണ്ടും ലക്ഷ്യം കണ്ടു ശത്രുക്കളിൽ. 3ാമത്തെ അമ്പിലും ലക്ഷ്യം കണ്ട് ആ മോനങ്ങ് തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും ഒരമ്പവന്റെ നെഞ്ചിൽ വന്ന് തറച്ച ആ മോൻ അവിടെ വീഴുന്നത് കാണുന്നു. ഈ സൈന്യാധിപനായ അബൂ ഖുദാമത്തു ശാമി ഓടി വന്നു മോനോട് ചോദിച്ചു, മോനെ, ഉദ്കുറിൽ അഹദല്ലദീ ബൈനി വബൈനക, ഞാനും നീയും തമ്മിൽ ഉടമ്പടിയുണ്ട്, ഓർമ്മയുണ്ടോ? ഉണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അബൂ ഖുദാമക്ക് വേണ്ടി ശുപാർശ ചെയ്യണമേ. ഞാനത് ചെയ്യാം. അന്ത്യശ്വാസം വലിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വാക്കുകൾ. അവസാനം ഒരു തോൽപാത്രം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ഉമ്മാക്ക് കൊടുക്കണേ, ഈ ബാഗ് എന്റെ ഉമ്മാക്ക് കൊടുക്കണം. മോനെ, നിന്റെ ഉമ്മ ആരാണ്? എനിക്കറിയില്ലല്ലോ നിന്റെ ഉമ്മയെ. എന്റെ ഉമ്മയാണ് സാഹിബത്തുൽ ളഫീറതൈൻ. 2 മുടിയിഴകൾ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് എന്റെ ഉമ്മയാണ്. ആ ഉമ്മക്കായി കൊടുക്കേണ്ടത്. മഹാനായ അബൂ ഖുദാമത്തു ശാമി കരഞ്ഞു പോയിട്ടുണ്ട്. യുദ്ധത്തിന്റെ നടുവിൽ നിന്ന് ഒരു ഉമ്മാക്ക് ഒന്നും തരാനില്ലാതിരുന്നപ്പോൾ തന്റെ ഏറ്റവും വിശിഷ്ടമായ തലമുടി സൈന്യത്തിലോടുന്ന കുതിരകളുടെ മൂക്കുകയറായെങ്കിലും ഉപയോഗിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ച ഒരു പിഞ്ചോമന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിതനായിരിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞു. മോനെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നു. മറവ് ചെയ്യാൻ നോക്കുമ്പോഴേ ഖബറിൽ ഇറക്കി മൂടി വരുമ്പോഴേക്കും ഖബറിൽ നിന്ന് ഡെഡ് ബോഡി പുറത്തേക്ക് വരുന്നു. എങ്ങനെയാലും മയ്യത്ത് ഖബറിന്റെ ഉള്ളിൽ നിൽക്കുന്നില്ല. ലഫളതുഹുൽ അർദ്. നബി തങ്ങളുടെ കാലത്ത് ഒരാൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തങ്ങളെ ചീത്ത വിളിച്ച ഒരാളെ ഭൂമി ലഫളതുഹുൽ അർദ്, ജൂതന്മാരൊക്കെ കൊണ്ട് മറവ് ചെയ്യുമ്പോൾ ഭൂമി അയാളെ പുറത്തേക്ക് എറിഞ്ഞു. അത് അദാബായിരുന്നു. പക്ഷെ ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോ അബൂ ഖുദാമത്തു ശാമിയും അസ്ഹാബും പറഞ്ഞു, ഇതിലെന്തെങ്കിലും രഹസ്യം ഉണ്ടാകും, മയ്യത്ത് അങ്ങനെ നിൽക്കട്ടെ. ഒരുപാട് പക്ഷികൾ എവിടുന്നോ വന്ന് ആ മയ്യത്ത് തിന്നുന്നത് കണ്ടു. എല്ലുകൾ മാത്രം ബാക്കിയായി. ആ എല്ലുകൾ പിന്നീട് മറവ് ചെയ്യുകയുണ്ടായത്. എന്ത് റബ്ബേ, എന്താണ് ഈ അത്ഭുതം? ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്ന അത്ഭുതമോ? യുദ്ധം കഴിഞ്ഞു. എങ്ങനെ ഉമ്മയോട് ചെന്ന് പറയും നിങ്ങളുടെ മോൻ ഷഹീദാണ്? വീട്ടിലേക്ക് എത്തുമ്പോ വാതിൽക്കൽ മുട്ടി അബൂ ഖുദാമത്തു ശാമി. ആ ഉമ്മയുടെ വീട്ടിൽ അവരുടെ മോളുണ്ട്, ഈ ചെറുപ്പക്കാരന്റെ പെങ്ങൾ. അവർ ചോദിച്ചു, ഞങ്ങൾ സങ്കടപ്പെട്ട് കഴിയുകയാണെന്ന് കരുതി ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ വന്നതാണോ, അതല്ല ഞങ്ങൾക്ക് സന്തോഷ വാർത്ത തരാൻ വന്നതാണോ? മനസ്സിലായി, ഇവർക്ക് സങ്കടപ്പെടുന്ന ടൈപ്പല്ല. നിങ്ങൾക്ക് ആശീർവാദം പറയാൻ വന്നിരിക്കുകയാണ്, ആശീർവദിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സഹോദരൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിട്ടുണ്ട്. എന്നിട്ട് ആ ബാഗ് ഞാൻ ഇത് ഉമ്മാക്ക് കൊടുക്കുമോളെ എന്ന് പറഞ്ഞു. ഇത് നിങ്ങളുടെ സഹോദരനെ ഏൽപ്പിച്ചതാണ്. നോക്കുമ്പോ ആ ബാഗിനുള്ളിൽ ഒരു കയറായിരുന്നു, ഒരു കയറ്, സാധാരണ കയറ്. ഇപ്പൊ ചോദിച്ചു, ഈ കയറെന്തേ? ഈ കയറിന് എന്താണ് ഇത്രമാത്രം പ്രസക്തി? ഈ കയറ് പിടിച്ചിട്ടാണ് എൻ്റെ സഹോദരൻ രാത്രികാലങ്ങളിൽ നിസ്കരിച്ചിരുന്നത്. തഹജ്ജുദ് നിസ്കരിക്കും എൻ്റെ ആങ്ങള സഹോദരൻ. 20 വയസ്സാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത്. 20 വയസ്സാകുന്നുള്ളൂ. ആ തഹജ്ജുദ് നിസ്കാരത്തിൽ
അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് തളരുമ്പോൾ, നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ കയറ് പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പ്രാർത്ഥന തുടരും ഈ ചെറുപ്പക്കാരൻ. അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ഇബ്അസ്നി യൗമൽ ഖിയാമത്തി മിൻ ഹവാസിലിത് ത്വയ്ർ, അള്ളാഹുവേ പക്ഷികളുടെ വയറ്റിൽ നിന്നാവണം നീ എന്നെ ഖിയാമത്ത് നാളിൽ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. എന്റെ മയ്യത്ത് പക്ഷികളുടെ വയറ്റിലാവണം, ഭൂമിയിലാവണ്ട. ഇബ്അസ്നി യൗമൽ ഖിയാമത്തി മിൻ ഹവാസിലിത് ത്വയ്ർ. നബി തങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവർ അള്ളാഹു പക്ഷികളുടെ വയറ്റിനുള്ളിൽ നിന്നാണ് അവർക്ക് പുനർജന്മം നൽകുകയെന്ന്. ഈ ചെറുപ്പക്കാർ അങ്ങനെ ദുആയിരുന്നു. അപ്പൊ പറഞ്ഞു, മോളെ ഞാനൊരു അത്ഭുതം പറഞ്ഞോട്ടെ. ഈ പൊന്നുമോനെ മറവ് ചെയ്യുമ്പോൾ ഭൂമി സ്വീകരിച്ചിട്ടില്ല. എവിടുന്നൊക്കെയോ വന്ന അത്ഭുതകരമായി ചില പക്ഷികൾ ആ മോന്റെ ശരീരം തിന്നുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്റെ ആങ്ങളയുടെ ദുആയായിരുന്നു, അല്ലാഹുമ്മ ബഅസ്നി യൗമൽ ഖിയാമത്തി മിൻ ഹവാസിലിത് ത്വയ്ർ. ആ മോന്റെ ദുആക്ക് ഉത്തരമാണ് ഈ സംഭവിച്ചത്. ഉമ്മ ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലദീ റസഖനി ഷഹാദത. പടച്ചവനെ, എൻ്റെ ഈ പൊന്നുമോനെ നീ സ്വീകരിച്ചല്ലോ, എനിക്കതിന് സന്തോഷമുണ്ട് റബ്ബേ എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു ഉമ്മയെ മഹാനായ അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി ലോക മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എത്രയാണിതിലെ പാഠങ്ങള്, എത്രയാണിതിലെ നന്മകള്. യൗവനം വഴിതെറ്റിപ്പോകുന്ന ഒരു സമയമാണ്. എല്ലാ കുരുത്തക്കേടും തുടങ്ങുന്ന ഒരു സമയമാണ്, അതിന്റെ അവസരമാണത്. ഒരു 26 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു കഴിഞ്ഞ ആഴ്ച. അദ്ദേഹം വളരെ വിഷമിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ചെയ്യാത്ത തെറ്റ് എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? 26 വയസ്സ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണോ? ലോകത്ത് എൻ്റെ അത്ര തെറ്റ് ചെയ്ത ഒരാളുണ്ടാവില്ല, എന്നെ അല്ലാഹു സ്വീകരിക്കും. ഒരു ഷോപ്പിൽ വാച്ചൊക്കെ വിൽക്കുന്നൊരു കൗണ്ടറിൽ ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചു, അത്രക്ക് നിങ്ങൾ തെറ്റ് ചെയ്തു പോയോ? നിങ്ങൾ 100 ആളെ കൊന്നോന്ന് ചോദിച്ചു. ഇല്ല. 100 ആളെ കൊന്നവൻ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും തൗബയുണ്ടല്ലോ, അള്ളാഹുവിനോട് തൗബ ചെയ്യേ. എന്നോട് കുമ്പസരിക്കണം, എന്നോടൊന്നും പറയണ്ട നിങ്ങൾ ചെയ്ത തെറ്റ്. അള്ളാഹുവിനോട് പറയും, തൗബ ചെയ്ത് മടങ്ങ്. കല്യാണം കഴിക്കണ്ടെന്ന് ചോദിച്ചു. കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ തെറ്റിൽ ഞാൻ പെട്ടുപോയിട്ട് പറ്റുന്നില്ല. എല്ലാ പരിപാടിയും ഒരു ചെറുപ്പക്കാരന് സാധ്യമായതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഗൾഫിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥയാണ്. 26 വയസ്സായിട്ടുള്ളൂ. അള്ളാഹു അവർക്ക് നമുക്കൊക്കെ അള്ളാഹു ഹിദായത്ത് നിലനിർത്തി തരട്ടെ, ഹിദായത്തിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആലോചിച്ച് നോക്കൂ, ചെറുപ്പക്കാരൻ അവിചാരിതമായി നടന്നു പോകുന്നത് കണ്ടപ്പോൾ കൈപിടിച്ച് വിഷയം പറഞ്ഞതാണ്. കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം പറയാന്നിട്ട് ഞാൻ പറഞ്ഞ, കല്യാണം കഴിക്കേ, തെറ്റുകളൊന്ന് വിട്ടു നിൽക്ക്. നിന്റെ ശരീരം നീ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. വേറെ ഒരു ഉസ്താദിനും ഒരു തങ്ങൾക്കും മാന്ത്രികൊന്നും നിന്റെ മേൽ ചൊല്ലാൻ കഴിയില്ല. നിന്റെ ശരീരം നിന്റെ കൺട്രോളിലാണ്, അത് നീ നിയന്ത്രിക്കണം. നിന്റെ കണ്ണുകളെ നീ ശ്രദ്ധിക്കണം. നിന്റെ ശരീരം വ്യഭിചരിക്കരുത്, തിന്മയിലേക്ക് പോകരുത്. ഒരു 26 വയസ്സുകാരൻ പറയാ, ലോകത്ത് ഒരു മനുഷ്യ എല്ലാവർക്കും വീതിച്ചു കൊടുത്താലും എൻ്റെ തെറ്റ് തീരൂല. അപ്പൊ എനിക്കൊരു ഹദീസ് ഓർമ്മ വന്നു. ഞാൻ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഒരു വാക്ക് നബി തങ്ങളോട് ഒരു 90 കഴിഞ്ഞൊരു മനുഷ്യൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, നബിയെ, ലോകത്ത് മാ തറക്തു ദാജതൻ വലാ ഹാജ, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയെ, എനിക്ക് തൗബയുണ്ടോ? തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് അതാണ്, ഇഫ്അലിൽ ഖൈർ വതുറുകുസ് സയ്യിആത്ത്. നിങ്ങൾ തഫ്അലുൽ ഖൈറ വതതുറുകുസ് സയ്യിആത്ത്, നിങ്ങൾ തിന്മകളൊക്കെ ഉപേക്ഷിക്കേ, ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നാവ്, അള്ളാഹു പുറത്തു തരും. ചോദിച്ചു, വഗദുറാത്തി വഫുജറാത്തി, എൻ്റെ തിന്മയും എൻ്റെ എല്ലാ കുരുത്തക്കേടും അള്ളാഹു പുറത്തു തരുമോ? വഗദുറാത്തിക വഫുജറാത്തിക, എല്ലാം അള്ളാഹു പുറത്തു തരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 90 കഴിഞ്ഞ് നടക്കാൻ കഴിയാത്ത മനുഷ്യൻ ഹബീബിന്റെ ഹളറത്ത് നിറങ്ങിപ്പോകുന്നത് പരിശുദ്ധ ഹദീസിലുണ്ട്. അത് 90 കഴിഞ്ഞ ആളാണ് പറഞ്ഞത്. അദ്ദേഹം അപ്പോഴേ ഇസ്ലാം സ്വീകരിച്ചിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിൽ തിന്മകളുടെ വാതായനങ്ങൾ തുറന്നു കിടക്കുകയാണ്. ആരുമറിയാതെ ടെക്സ്റ്റുകൾ ചെയ്യാം, ആരുമറിയാതെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആരുമറിയാതെ കോൾ ചെയ്യാം, ആരുമറിയാതെ എന്തും കാണാം, എന്തും ചെയ്യാം. അത്രക്ക് മേൽ അള്ളാഹു തിന്മകളെ കൊണ്ട് പരീക്ഷണം ഇറക്കിയൊരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. നമുക്ക് നന്നാവണ്ടേ? നമ്മുടെ ഈ കണ്ണുകളെ കൊണ്ട് അള്ളാഹുവിനെ നോക്കാൻ കഴിയണ്ടേ? പരിശുദ്ധ ഹബീബിനെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് നോക്കാൻ കഴിയണ്ടേ? അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ തിരുമുഖത്തേക്ക് നോക്കണ്ടയോ? ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂനൽ ഖമറ ലൈലത്തൽ ബദർ. മനുഷ്യൻ ഇന്ന് ചെയ്തു കൂട്ടുന്ന തെറ്റുകളിൽ ഏറ്റവും വലുത് കണ്ണുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. അള്ളാഹു നമ്മുടെ കണ്ണുകളെ ശുദ്ധിയാക്കി തരട്ടെ. ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രികളിൽ നിസ്കരിക്കാൻ നിന്നിട്ട് കാല് കുഴഞ്ഞു പോകുമ്പോ
കയറ് പിടിച്ച് തൂങ്ങി നിന്ന് പറഞ്ഞ് നിസ്കരിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ. നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിക്ക് മുമ്പുള്ള നിസ്കാരമാണിത്. എന്നിട്ട് പറയാൻ, അല്ലാഹുവേ അല്ലാഹുവേ ഇബ്അഥ്നി യൗമൽ ഖിയാമത്തി മിൻ ഹവാസിലിത് ത്വയ്ർ, എന്നെ നീ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരുമ്പോൾ പക്ഷികളുടെ ശരീരങ്ങളിൽ നിന്നാവണം എൻ്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വരേണ്ടത്. അങ്ങനെയാവണം എനിക്ക് പുനർജന്മം. ആ ദുആഇന് അല്ലാഹു ഇവിടെ വെച്ച് ഉത്തരം നൽകിയ, ഷഹാദത്ത് വരിച്ച, അത്രമേൽ ത്യാഗം ചെയ്ത ഒരു ഉമ്മയുടെ, ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഉമ്മമാരിൽ, ഉപ്പമാരിൽ, മക്കളിൽ, സുഹൃത്തുക്കളിൽ, സഹോദരങ്ങളിൽ നന്മയുടെ ചിന്തകളെന്നും വളർത്തിത്തരികയും എന്നും നേർവഴിയിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. സജ്ജനങ്ങളുടെ വഴിയാണത്. നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലം, തിന്മയെക്കുറിച്ച് ആലോചിക്കാൻ അവർക്ക് സമയമില്ലല്ലോ. അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാരിൽ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിലേക്ക് കയറി വരുന്നു. ഹബീബായ നബി തങ്ങളുടെ പള്ളി മസ്ജിദുൻ നബവി, അൽ മസ്ജിദുൻ നബവിയിലേക്ക്, മദീനയിലെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ 10 വയസ്സ് പോലും ആവാത്ത ഒരു മോൻ അവിടെ ശാന്തനായിരിക്കുന്നുണ്ട്, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ സ്വഹാബി ചോദിച്ചു, അവിടെ ചെന്ന് സലാം പറഞ്ഞിട്ട് ചോദിച്ചു, യാ ബുനയ്യ ഇബ്നു മൻ അൻത്, മോനെ നിങ്ങൾ ആരുടെ മോനാണ്? ഇബ്നു മൻ അൻത്, നിങ്ങൾ ആരുടെ മോനാണ് മോനെ? ആരുടെ മോനാ? നിന്റെ ഉപ്പ ആരാ? നിന്റെ ഉപ്പ. മോൻ ഇങ്ങനെ തല താഴ്ത്തി, മോന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. എന്നിട്ട് തല ഉയർത്തിട്ട് പറഞ്ഞു, യാ അം ഇന്നി യതീമുൽ അബി വൽ ഉമ്മ. 10 വയസ്സായിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഉമ്മയുമില്ല, എൻ്റെ ഉപ്പയും മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ യതീമാണ് പറഞ്ഞപ്പോ സ്വഹാബിക്ക് ഫറഖലഹു സ്വഹാബി, വല്ലാത്ത സങ്കടമായി. പാവം മോൻ. യാ ബുനയ്യ, മോനെ ഉമ്മയും ഉപ്പയുമില്ലെന്ന് വിചാരിച്ചു മോൻ സങ്കടപ്പെടരുതേ. അതറുദാ അൻ തകൂന ഇബ്നൻ ലീ, എൻ്റെ മോനായിട്ട് നിനക്ക് ജീവിക്കാലോ, നിന്നെ ഞാൻ എൻ്റെ മോനായിട്ട് വളർത്താം, പോരെ? മോന്റെ ഉപ്പയിന് മുതൽ ഞാനാണ്. ഹബീബിന്റെ സ്വഹാബിയ പറഞ്ഞത്. മോൻ ചോദിച്ചു, ഹൽ ഇദാ ജുഅതു തുത്ഇമുനി, എനിക്ക് വിശപ്പ് വന്നാൽ നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുമോ? ഞാൻ ഭക്ഷണം തരും. ഹൽ ഇദാ അരീതു തക്സൂനി, എനിക്ക് ഉടുക്കാൻ വസ്ത്രമില്ലാതെ വരുമ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം തരുമോ? അതെ, ഞാൻ വാങ്ങിച്ചു തരാം വസ്ത്രം. ഹൽ ഇദാ മരിൽതു തശ്ഫീനി, എനിക്ക് രോഗം വന്നാൽ നിങ്ങൾ എനിക്ക് ശിഫ തരുമോ? അതെനിക്ക് തരാൻ കഴിയും. രക്ഷിതാവേ, നിങ്ങൾ എന്നെ വിട്ടേക്കിൻ, ഞാൻ ഒരുത്തന്റെ കൂടെയാണുള്ളത്. ഖലഖനീ ഫഹുവ യഹ്ദീൻ, അവനാണ് എന്നെ പടച്ചത്, അവനാണ് എനിക്ക് നേർമാർഗം കാണിച്ചു തരുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം തരുന്നതും വെള്ളം തരുന്നതും അവനാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, അസുഖം വന്നാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, ഞാൻ മരിച്ചാൽ അവനാണ് എനിക്ക് ജീവൻ നൽകുന്നത്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, വിചാരണയുടെ നാളിൽ അവന്റെ മുന്നിലേക്ക് വരുമ്പോൾ അവനാണ് എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരുന്നത്. ഞാൻ അവന്റെ കൂടെയാണ്, എൻ്റെ രക്ഷിതാവ് അവനാണ്. നിങ്ങൾക്കിതൊന്നും ചെയ്തു തരാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മോനായിട്ട് ഞാൻ നിൽക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഇതെല്ലാം ചെയ്തു തരുന്ന ഒരുത്തൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് മറ്റൊരാൾ? ഈ മറുപടിക്ക് മുമ്പിൽ ഫസകത സ്വഹാബിയു, ആ സ്വഹാബിക്ക് മറുപടി ഉണ്ടായില്ല. ഇതാരെ ചോദിക്കുന്നത്? 10 വയസ്സുള്ള മോൻ, മദ്രസയിലെ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു ചോദ്യം ഒരു സ്വഹാബിയോട് ചോദിച്ചെങ്കിൽ വെറുതെ അല്ല നബി തങ്ങൾ പറഞ്ഞത്. ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ടുകളിൽ ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനോടടുത്തത്, പിന്നെ അതിനോടടുത്തത്. ഈ 3 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ പ്രഗത്ഭരായ രക്ഷിതാക്കളുടെ
പ്രഗത്ഭരായ മക്കളുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുൽ മലിക് ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ പോലെ ഈ മോൻ 10 വയസ്സായ മോൻ സ്വഹാബിയോട് ചോദിച്ച ചോദ്യങ്ങളാണിത്. ഈ മറുപടി കേട്ടപ്പോ സ്വഹാബി റളിയല്ലാഹു തആല അൻഹു സ്വഹാബി എഴുന്നേറ്റ് പോവാൻ, പടച്ചവനെ ഇത് വല്ലാത്തൊരു മോൻ. ആമൻതു ബില്ലാഹ് വമൻ തവക്കല അലല്ലാഹി കഫാ. ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. വമൻ തവക്കല അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ കഫാഹു, അവരുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കും. നമ്മുടെ ഖൽബിൽ ആ ചിന്ത വേണമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും അവനെ ഏൽപ്പിച്ചാൽ അല്ലാഹു ഏറ്റെടുക്കും. അതാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നമുക്കിത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട സമയമാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളാണ്, ഹസ്ബി അല്ലാഹ്. പക്ഷെ നമ്മൾ ഖൽബിൻ്റെ ഉള്ളിലേക്ക് അതങ്ങ് കയറിയിട്ടില്ല. അതാ ഈ പേടി. അതാണ് ഈ പേടി എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അർത്ഥം. അതാണ് NRC അറിയുമ്പോഴത്തേന് പേടി, CA എന്ന് പറയുമ്പോഴത്തേന് വയറിളകുകയാണ്, വേറെന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് തലമിന്നി വീഴാണ്. ഇതൊക്കെ ഈ തവക്കുലും ഈമാനും ഇല്ലാത്തതിൻ്റെ അടയാളങ്ങളാണ്. ഇതിലും വലുത് കഴിഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ. അള്ളാഹു നമ്മ അവനിലേക്ക് വിളിക്കാൻ അള്ളാഹു എടുത്തൊരു ആയുധമാണിത്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, നിങ്ങൾ പിടുത്തം വിട്ട് നടക്കില്ലേ, ഒന്ന് ഭൂമിയിൽ ഇറങ്ങ്, മണ്ണിലിറങ്ങി പച്ച മനുഷ്യനായിട്ടൊന്ന് നടക്ക്, നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വാ എന്ന് അല്ലാഹു നമ്മളെ വിളിക്കുകയാണ്. ഹാത്തിമുൽ അസ്വം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അല്ലാഹുവിലേക്ക് വലിയ ഭരമേൽപ്പിച്ചിരുന്ന ആളാണ്. ഈ സമർപ്പണങ്ങളാണ് നമ്മളിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ കഴിയുന്നത്? ആളുകളൊക്കെ പേടിച്ചിരിക്കുന്നത്, നിങ്ങൾ എങ്ങനെ ഇത്ര കൂളായിട്ട് നിൽക്കുന്നത്? ഹാത്തിമുൽ അസ്വം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അലിംതു അന്ന റിസ്ഖി ലാ യഅകുലുഹു ഗൈരി. ഭൂമിയിലേക്ക് വരുമ്പോഴേ ഞാൻ എന്താണ് തിന്നേണ്ടത്, എനിക്ക് എന്ത് വേണം, എൻ്റെ ഭക്ഷണം ആര് തീരുമാനിച്ചിട്ടുണ്ട്? അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ തിന്നൂലേ, ഉറപ്പല്ലേ? എനിക്ക് കണക്കാക്കിയത് വേറെ ആരും ഇവിടെ തിന്നൂലല്ലോ. ഫത്മഅന്നത് ബിഹി നഫ്സി, അതിൻ്റെ പേരിൽ എനിക്ക് ആരോടും അസൂയ തോന്നിയിട്ടില്ല. എൻ്റെ ഭക്ഷണം എനിക്ക് അല്ലാഹു നൽകും, അതാരും കൊണ്ടുപോവില്ല, എനിക്ക് മനസ്സമാധാനമുണ്ട്. വഅലിംതു, പിന്നെ ഞാൻ അറിഞ്ഞു, ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാനല്ലാതെ ഒരാളും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നിസ്കരിക്കണം, ഞാൻ നോമ്പെടുക്കണം, ഞാൻ സത്യസന്ധനാവണം, ഞാൻ ആരെയും വഞ്ചിക്കരുത്, ഞാൻ സൽസ്വഭാവി ആവണം, അത് ഞാൻ ചെയ്യേണ്ടതാണ്. എനിക്ക് പകരം ഒരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല. ഫഅന മശ്ഗൂലും ബിഹി, അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ വ്യാപൃതനാണ്, ഞാൻ ബിസിയാണ്. എൻ്റെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനത് ചെയ്യാൻ. ഞാൻ പറയട്ടെ, വിദ്യാഭ്യാസ പ്രവർത്തനം എന്തെല്ലാം ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഭരണപരിഷ്കരണങ്ങളും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രസ്താവനകളോ ആര് എന്ത് മുറവിളി എന്ത് കൂട്ടിയാലും ഇബാദത്തും പഠനവും ഗവേഷണവും എല്ലാം അതിൻ്റെ വഴിക്ക് തുടർന്നുകൊണ്ടിരിക്കണം. ഒരിക്കലും ഒരു നന്മയും ഇത് സ്റ്റോപ്പാവാൻ ഒരിക്കലും കാരണമാവരുത്. മനുഷ്യന്മാർ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസ് അറിയുമോ? ഇദാ ഖാമത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളെ നടക്കുന്നു എന്ന് തന്നെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണെന്നിരിക്കട്ടെ. ഇദാ ഖാമത്തിൽ ഖിയാമ, എന്തായിരിക്കും ഇത്? ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി കിടകിടാ വിറക്കുന്ന നേരം നിൽക്കാൻ കഴിയില്ല. ഓരോ കാലിൻ്റെ അടിയിലും ഭൂമി വിറക്കാൻ, പിളരാൻ, ആളുകൾ ഉള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ നേരം. വബുസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങളൊക്കെ പറക്കുകയാണ്. പിന്നെ കാറും വണ്ടിയും ബസ്സൊക്കെ, പർവ്വതങ്ങൾ ഭൂമിയിലേക്ക് ആണികളായി പടക്കപ്പെട്ടവയാണ്. മൗണ്ടൻസ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ലൈക്ക് പെഗ്സ്, ആണികളായിട്ടാണ് അള്ളാഹു പർവ്വതങ്ങൾ. അതൊക്കെ പറക്കാൻ, ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു. ആ നേരത്തെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ഒരാളിൻ്റെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ കുരുമുളച്ച ചെറിയൊരു ചെടി, ഒരു തെങ്ങിൻ്റെ ചെറിയ തയ്യ് കയ്യിലുണ്ട്. അത് നടാൻ വേണ്ടി പോവാൻ. അപ്പോഴാണ് ഇതൊക്കെ കോലാഹലങ്ങളും ബഹളങ്ങളും ഭൂമി വിള്ളലുകളും ഒക്കെ കാണുന്നത്. എന്നാൽ പോലും
നിങ്ങളത് നട്ടുവെച്ചിട്ടേ പോകാവൂ. ഇനി ഞാൻ ആർക്കാണിതൊക്കെ നടുന്നത്, ആരാ ഇതിനെ നനയ്ക്കത്, എന്ന് തേങ്ങ ഉണ്ടാവാൻ, ആര് തിന്നാൻ, ലോകം നശിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് നടാതെ പോരരുതേ. ഫൽയഗ്രിസ്ഹാ, നിങ്ങളത് നടണം എന്ന് മഹാനായ റസൂലുള്ളാഹ്. സ്വഹീഹായ ഹദീസ് അല്ലേ ഇത്? അതാണ് മുസ്ലിം. ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മുടെ നന്മകൾ നിന്നു പോകരുത്. നമ്മുടെ മക്കൾ പഠിക്കണം, നന്നായി പഠിക്കണം. വ്യവസായങ്ങളും കച്ചവടങ്ങളും നടക്കണം. സൽക്കർമ്മങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം. മഹല്ലിന്റെ പ്രവർത്തനങ്ങൾ, മസ്ജിദിന്റെ പ്രവർത്തനങ്ങൾ, സമുദായത്തിന് ചെയ്തു കൊടുക്കേണ്ട നന്മകൾ, ചാരിറ്റി, എല്ലാ നന്മകളും ഒക്കെ തുടരണം. പ്രതിസന്ധികളുണ്ടെന്ന് വിചാരിച്ച് നന്മകൾ നിർത്തിവെക്കരുത്. ഫൽയഗ്രിസ്ഹാ, ഖിയാമത്ത് നാള് കണ്ണിൽ കണ്ടാൽ നിങ്ങൾ ആ ചെടി നടാതെ പോകരുതേ. ഇനി ആർക്കാണിതൊക്കെ എന്ന് ചിന്തിക്കരുത്, നിങ്ങൾ നട്ടിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ ഹബീബാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ സമയമായിട്ടില്ല. ഹാത്തിമുൽ അസ്വമിനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രമേൽ മനക്കരുത്തുണ്ടായത്? രണ്ടെണ്ണം പറഞ്ഞു ഇപ്പോ. ഒന്ന്, എന്റെ ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തതല്ലേ, പിന്നെ ഞാൻ എന്ത് ടെൻഷൻ അടിക്കണം? ഞാൻ എന്തിന് മറ്റുള്ളവനോട് അസൂയപ്പെടണം? അവന് കൊടുത്ത വീട് അള്ളാഹു കൊടുത്തതാണ്, എനിക്ക് തരാനുള്ളത് അള്ളാഹു തരുന്നതാണ്. ഇതാരും ആർക്കും പകരം കൊടുക്കാൻ കഴിയില്ലല്ലോ, അള്ളാഹുവിന്റെ വിഹിതമാണ്. അള്ളാഹു തീരുമാനിച്ചു, ഞാൻ എന്തിന് അസൂയപ്പെടണം? എനിക്ക് ജോലി ചെയ്യാനുണ്ട്, അമലുണ്ട്, അതാരും ചെയ്യൂല, ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ ഞാൻ അതുമായിട്ട് ബിസിയാണ്. ഞാൻ അറിഞ്ഞു, അന്നൽ മൗത യഅതീനി ബഗ്ത, മരണം വളരെ പെട്ടെന്ന് എന്നെ പിടികൂടാൻ പോവുകയാണ്. മരണം എന്റെ മുമ്പിലേക്ക് വരും. സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന മുമ്പ് ഇപ്പൊ പോണ്ടി വരും. അന്നൽ മൗത യഅതീനി, അതുകൊണ്ട് ഫഅന ഉബാദിറു, ആ മരണത്തിന് വേണ്ടി ഞാൻ റെഡിയായി നിൽക്കാൻ. എന്നെ മലക്കുൽ മൗത്ത് വിളിച്ചു കൊണ്ടുപോയാലും കടബാധ്യതയില്ല. ഗീബത്തും നമീമത്തും പറഞ്ഞ് പൊരുത്തപ്പെടിക്കേണ്ട കാര്യങ്ങളൊന്നും ആയില്ല, ഒക്കെ അൽഹംദുലില്ലാ റെഡിയാക്കി നിർത്തിയിരിക്കാൻ. അങ്ങനെ ഞാൻ അതിന് റെഡിയാണ്. എപ്പോഴാ വരിക ആർക്കും അറിയില്ലല്ലോ. ഞാൻ അറിഞ്ഞു, വല്ലാത്തൊരു വാക്കാണ്. ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല, എന്നെ അല്ലാഹു കാണുന്നുണ്ട്. ഫഅന മുസ്തഹിയിൻ മിൻഹു, അതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് നാണിച്ച് ജീവിക്കുകയാണ്. അല്ലാഹു കാണുന്നില്ലേ? ഒരു ഗുരുനാഥനോ മാതാപിതാക്കളോ കാണുമ്പോൾ വരെ നമ്മൾ പല തെറ്റും ചെയ്യൂല. അല്ലാഹു കണ്ടുകൊണ്ടിരിക്കല്ലേ, ഞാൻ നാണിച്ച് ജീവിക്കുകയാണ്. എങ്ങനെയാ പടച്ചവന്റെ മുമ്പിലേക്ക് ചെല്ലുക? അങ്ങനെയായതിൻ്റെ പേരിൽ എനിക്ക് മനക്കരുത്തുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ വ്യസനിക്കുന്നവനല്ല, ഞാൻ സങ്കടപ്പെട്ട് കഴിയുന്നവനല്ല. എനിക്ക് മനക്കരുത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മീയ ലോകത്തിന്റെ പ്രഗൽഭനായ ആചാര്യൻ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു, ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന പ്രഗൽഭനായ മഹാനായ സൂഫി വര്യന്റെ ശിഷ്യനാണിത്. ഷഖീഖുൽ ബൽഖി ചോദിച്ചു മഹാനോട് പണ്ടൊരിക്കെ, അല്ല 10-30 കൊല്ലായില്ലേ എൻ്റെ കൂടെ കൂടിയിട്ട്, എന്തേ നീ പഠിച്ചതെന്ന് ചോദിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? 30 കൊല്ലത്തിലേറെ ഉസ്താദിന്റെ കൂടെ ജീവിച്ചിട്ട് എന്തേ പഠിച്ചത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, 8 മസായിൽ, ഉസ്താദേ 8 മസല ഞാൻ പഠിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 30 കൊല്ലം നടന്നിട്ട് ആകെ 8 പഠിച്ചിട്ടുള്ളൂ. 800 പഠിക്കേണ്ട സമയമായില്ലേ? 8 മസല ഞാൻ പഠിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഞാൻ 8 പഠിച്ചിട്ടുള്ളൂ. കാര്യമായി പഠിച്ച 8 ഹെഡ്ലൈൻസ്. ഒന്ന് പറയ് ഹാത്തി, ഒന്ന് പറയ്, എന്തൊക്കെയാ നീ പഠിച്ചത്? ഷഖീഖുൽ ബൽഖി ചോദിച്ചു ഹാത്തിമുൽ അസ്വമിനോട് റളിയല്ലാഹു അൻഹുമാ, പ്രഗൽഭരായ ആത്മീയ ലോകത്തിന്റെ ഗുരുനാഥന്മാർ. ഗുരുവും ശിഷ്യനും പ്രഗൽഭനാണ്. ശിഷ്യൻ മറുപടി പറയാണ് ഹാത്തിമുൽ അസ്വം എന്ന്. ഒന്ന്, പഠിച്ച വിഷയം 30 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്ത 8 മസ്അല. ഒന്ന്, ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളെ നോക്കി, മനുഷ്യന്മാരെ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ മഹബൂബുണ്ട്. എല്ലാവർക്കും ഓരോ പ്രേമിക്കുന്ന ആൾക്കാരുണ്ട്. ബോയ് ഫ്രണ്ടായിട്ടും ഗേൾ ഫ്രണ്ടായിട്ടും കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ ആയിട്ട്. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും നമുക്ക് പറ്റാത്തതാണ്. സൗഹൃദങ്ങളുണ്ട്, ഹലാലായ സൗഹൃദങ്ങൾ തന്നെ കൂട്ടുക, ഹറാമ് പോട്ടെ, ഹലാലായ സൗഹൃദങ്ങൾ തന്നെ ഉണ്ട്. പക്ഷേ എന്താ പറയാ, കൂട്ടുകാരനും കൂട്ടുകാരിയും എപ്പോഴും കൂടെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഒരൊറ്റ കുട്ടിയും ഖബറിലേക്ക് ഒപ്പം വന്ന് കിടക്കൂലല്ലോ. കൂട്ടുകാരൻ മരിച്ചാൽ സങ്കടപ്പെട്ട് കരയും, മറവ് ചെയ്തു പോരും. എന്നാ ഞാനും ഒന്ന് കിടക്കട്ടെ, എനിക്ക് മതി ജീവിതം
എന്ന് പറയാൻ ആരെയും കാണാറില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഖബറിൽ എൻ്റെ കൂടെ കഴിയുന്ന ഒരു മെഹബൂബിനെ കണ്ടുവച്ചു. ആ മെഹബൂബാണ് എൻ്റെ സൽക്കർമ്മങ്ങൾ. അതുകൊണ്ട് ഞാൻ ദിക്റും സ്വലാത്തും നിസ്കാരവും നോമ്പും അദ്കാറുകളും ഖുർആനിൻ്റെ പാരായണവും എല്ലാ നന്മകളും എൻ്റെ ഉറ്റ കൂട്ടുകാരനായി ഞാൻ എൻ്റെ കൂടെ കൂട്ടി. ആ കൂട്ടുകാരൻ ഖബറിലും എൻ്റെ കൂടെയുണ്ടാകും. പഠിച്ച മസ്അല ഒന്നതാണ്. അടുത്തത് പറഞ്ഞു ഷഖീഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞത് രണ്ടാമത്തേത്. ഞാൻ അല്ലാഹുവിൻ്റെ വചനം നോക്കുകയാണ്. സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ എന്തോ ആ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളെ അവർക്ക് സ്വർഗമാണ്. ഈ ശരീരത്തിന്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരമാണ് നമ്മുടെ ശത്രു. ഇത് നമ്മുടെ വാഹനമാണ്. ഈ വാഹനം നമ്മൾ മരിച്ചാൽ നമ്മുടെ ദേഹി എന്ന് പറയുന്ന റൂഹ് നമ്മുടെ ശരീരം വിട്ടുപോകും. പിന്നെ ഈ വാഹനം മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിടും. ആഖിറത്തിൽ അല്ലാഹു വേറെ വാഹനം തരും. അത് ഈ ദുന്യാവിലെ വാഹനത്തിന് സമാനമായ വാഹനമാണ്. അത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തിയാൽ വേറൊരു ബോഡി തരും. അത് മറ്റൊരു വാഹനമാണ്. ഈ വാഹനം നമ്മുടെ ശത്രുവാണ്. നമ്മളെന്ന് പറയുന്നത് റൂഹാൻ, നമ്മുടെ ആത്മാവാണ്. ആത്മാവ് മരിക്കുന്നില്ല. അള്ളാഹു തീരുമാനിക്കുന്നൊരു നേരത്തെ അതിന് മരണമുള്ളൂ, പിന്നെ മരിക്കണില്ല അതിന്. ഇതൊരു വാഹനമാണ്. ഇവിടുന്ന് കാറ് കയറി പോകുന്നു, എറണാകുളത്ത് നിന്ന് ഫ്ലൈറ്റ് കയറും, അല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂർ പോകുന്നു, ഇവിടുന്ന് ട്രെയിൻ കയറും. കാറൊരു വാഹനം, ട്രെയിൻ വേറൊരു വാഹനം, ഫ്ലൈറ്റ് വേറൊരു വാഹനം എന്നതുപോലെ വാഹനമാണ് നമ്മൾ ഈ കൊണ്ടുനടക്കുന്നത്. നമ്മളെന്ന് പറയുന്നത് ആത്മാവാണ്. അതാര് ചിന്തിക്കുന്നുണ്ട്? ഈ വാഹനമാണ് ഇപ്പം ഇങ്ങനെ ചൊറുക്കൂട്ടി നടക്കുന്നത്. വാഹനത്തിൻ്റെ മുതലാളി കീറിപ്പറഞ്ഞ് നടക്കുകയാണ്. അതാണ് നമ്മുടെ ആത്മാവിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും അവസ്ഥ. മുതലാളി കീറിപ്പറഞ്ഞ് നടക്കുകയാണ്, യാചകനെ പോലെ നടക്കുകയാണ്, പക്ഷെ വാഹനം ഗംഭീരമാണ്. ആ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷഖീഖുൽ ബൽഖിയോട് ഹാതിമുൽ നസം പറയുന്നു, അല്ലാഹുവിൻ്റെ വചനം ഞാൻ കണ്ടു. വനഹൻ നഫ്സ അനിൽ ഹവാ. പ്രേമം തുടങ്ങുന്നത് ശരീരത്തിൻ്റെ ആഗ്രഹമാണ്. തിന്മ ചെയ്യാൻ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഈ വാഹനമാണ്. തിന്മയിലേക്ക് കാലുവെച്ച് നമ്മളെ നടത്തിക്കുന്നതും ഈ വാഹനമാണ്. ശത്രുതയും പരാക്രമണങ്ങളും നടത്തിക്കുന്നതും നമ്മുടെ ഈ വാഹനമാണ്, മനുഷ്യന്റെ ഈ വാഹനം. ആ വാഹനത്തെ നന്മയുടെ വഴിയിൽ ഓടിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ ഈ ലോകത്തെ ജീവിതമെന്ന പരീക്ഷയിൽ തോറ്റു. നമ്മൾ ഈ കാണുന്ന വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകൾ, വെറുപ്പ് പ്രസംഗിക്കുന്നവര്, ജനങ്ങളെ വെറുപ്പിക്കുന്നവര്, ശത്രുതയുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നത്, ചരിത്രത്തെ വളച്ചൊടിച്ച് കാണിക്കുന്നത്, ഇതൊക്കെ പിശാചിനനുസരിക്കാൻ, സ്വന്തം ശരീരത്തെ അനുസരിക്കാൻ, സ്വന്തം വാഹനത്തെ അനുസരിക്കാൻ. പക്ഷെ വാഹനത്തെ അല്ല അനുസരിക്കേണ്ടത്. വാഹനം ഓടേണ്ട റൂളുണ്ട്, ആ റൂളിനെയാണ് അനുസരിക്കേണ്ടത്. ഞാൻ അല്ലാഹുവിൻ്റെ വചനം കണ്ടപ്പോൾ ഇസ്തഖർതു അലാ ത്വാഅത്തില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുന്ന വഴിയിൽ ഞാൻ നിലനിന്നു. എൻ്റെ ശരീരത്തിന് ഉറക്കം ഇഷ്ടമാണ്, എന്നാലും ഞാൻ സുബഹിക്ക് എഴുന്നേൽക്കും. എൻ്റെ ശരീരത്തിന് ഒതുടുക്കാൻ മടിയാണ്, എന്നാലും നാളെ കൈകാലുകളും മുഖവും അള്ളാഹു പ്രകാശിപ്പിക്കുന്നല്ലേ പറഞ്ഞത്. ഉറങ്ങുമ്പോൾ ഒന്ന് ഒതുകൊടുത്തിട്ടാണ് ഞാൻ കിടക്കുന്നത്. യാത്ര പോകാൻ ഒന്ന് ഒതുകൊടുക്കും, ഒതു മുറിഞ്ഞു വീണ്ടും ഒരു ഒതു കൊടുക്കും. ഞാൻ എൻ്റെ ശരീരത്തിന് ഇഷ്ടമല്ലേ, യു ഗെറ്റ് വെറ്റ്. പക്ഷെ എന്നാലും അള്ളാഹുവിന് ഇഷ്ടമല്ലേ, എൻ്റെ ശരീരത്തെ ഞാൻ നിയന്ത്രിച്ചു. മൂന്നാമത്തെ മസല പറയുമേ, ഗുരുനാഥനോട് പറയുന്നുണ്ട്, ഞാൻ കണ്ടു, ഞാൻ ഓരോരുത്തരെയും ശ്രദ്ധിക്കുമ്പോൾ വിലപിടിപ്പുള്ള ഓരോ വസ്തുക്കൾ ഓരോരുത്തരുടെ കയ്യിലുണ്ട്. അത് ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്, ബാങ്കിൽ വെക്കുന്നുണ്ട്, വീട്ടിൽ സേഫിൽ പൂട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ വിലപിടിപ്പുള്ളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അല്ലേ? വിലപിടിപ്പുള്ളത് ശരിക്കും സൂക്ഷിക്കൂലേ? സൂക്ഷിക്കുന്നുണ്ട്. ചെരുപ്പൊക്കെ നമ്മൾ നിസ്കരിക്കാൻ പുറത്തിട്ട് പോരും, എന്നാ പേഴ്സ് മൊബൈലൊക്കെ അവിടെ ഇട്ട് പോരുമോ? ഇല്ല. ഉദാഹരണം പറയാം, ഇട്ടുപോരണമെന്ന് പറയല്ല, ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടത്. നിസ്കരിക്കുമ്പോഴൊക്കെ കീശയിലെ മുഴുവൻ കീയും മൊബൈലൊക്കെ സൊഫ് കിട്ടു വെക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അപ്പോൾ ഇപ്പുറത്ത് ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്ത സാധുവക്കാരൻ നിസ്കരിക്കാൻ പഠിച്ചോനെ, അവൻ്റെ ഐഫോൺ കണ്ടില്ലേ, ആ സാധുവിൻ്റെ നിസ്കാരം ഫസാദാവും. അല്ല, അവൻ്റെ വണ്ടി കണ്ടില്ലേ പഠിച്ചോനെ, എന്താ ബാക്കി മെഴ്സിഡസ് ബെൻസാണ് ആ കാണുന്നത്, റഹ്മാനായ റബ്ബേ, ഞാനൊരു ആൾട്ടോ 800 പോലും എൻ്റെ കയ്യിലില്ലല്ലോ. ഇങ്ങനെ വെറുതെ വസ്വാസാവും. എന്തിനു മനുഷ്യന്മാരെ ഇടങ്ങേറാക്കണേ?
ഇനി അതല്ല ഇവ അല്ലാഹു അക്ബർ എന്ന് കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഈ മുതലാളി ആ മൊബൈൽ എടുത്തിട്ട് ഒരുത്ത ഇറങ്ങി ഓടിയാൽ ഇപ്പം കൈ അവിടെ നിസ്കാരത്തിൽ നിൽക്കുമോ? ഉറപ്പല്ലേ, അയച്ച് പിന്നാലെ പോകൂലേ? പിന്നെ എന്തിനാ മുമ്പിലൊക്കെ ഉണ്ടാവില്ല, പോക്കറ്റ് വെച്ചാൽ പോരെ, എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ പോരെ? എടുത്തുകൊണ്ടുപോയാലും കുഴപ്പമില്ലാന്ന് ധൈര്യമുള്ളവരോട് പുറത്ത് വെച്ചാൽ മതി. ഞാൻ എൻ്റെ നിസ്കാരം വിടൂല, എൻ്റെ നിസ്കാരം അതിലും വലുതാണ്. ഇതത്ര ഒന്നും ഉറപ്പില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ പോക്കറ്റിൽ വെച്ചേക്ക്. ആൾക്കാരെ വിശ്വാസമാക്കണ്ട. ഇൻഷാ അല്ലാഹ് ഒരുപാട് മിസ്കീന്മാരും ഒരുപാട് സഫറിങ്സ് ജീവിതത്തിൽ അനുഭവിക്കുന്നവരൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടാവില്ലേ? അങ്ങനെ ചിന്തിക്കണം എന്നാണ്. ഹാത്തിമുൽ അസ്വമിലേക്ക് തിരിച്ചു വരാം. എല്ലാവരും ഓരോരുത്തരും ഇഷ്ടപ്പെട്ടത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, ശരിക്ക് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. നമ്പർ ലോക്കൊക്കെ ഇട്ടിട്ടാണ് ചിലത് വെക്കുന്നത്, ചിലതല്ലാത്ത നല്ല പൂട്ടുകൾ, നല്ല ലോക്കുകൾ ഒക്കെ വെക്കുന്നുണ്ട്, വിലപിടിപ്പുള്ള സാധനം. അപ്പോഴാ ഞാൻ അള്ളാഹുവിന്റെ വചനം കാണുന്നു സൂറത്തുൻ നഹ്ലിൽ, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ കൈകളിലുള്ളതെല്ലാം തീർന്നു പോകും, എന്നാൽ അള്ളാഹുവിന്റെ ഖജനാവിലുള്ളത് തീർന്നു പോവില്ല കേട്ടോ. അല്ലാഹ് അതും കണ്ടപ്പോഴേ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വചനം കണ്ടപ്പോൾ തീരാത്തത് എൻ്റെ റബ്ബിൻ്റെ അരികത്തുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയും ഞാൻ അവൻ്റെ ഖജനാവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുകയും ചെയ്തു തുടങ്ങി. ഞാൻ ജീവിതത്തിൽ 30 കൊല്ലം കൊണ്ട് പഠിച്ച 8 മസ്അലകളിൽ 3-ാമത്തെ മസ്അല അതാണ്. 4-ാമത്തേത്, ജനങ്ങൾ ഓരോരുത്തരും അഭിമാനം കിട്ടാൻ വേണ്ടി തറവാട് നോക്കുന്നുണ്ട്, സമ്പത്ത് നോക്കുന്നുണ്ട്, കുലമഹിമ നോക്കുന്നുണ്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടുന്നുണ്ട്. എല്ലാവർക്കും സ്ഥാനം വേണം, എല്ലാവരും പ്രമാണിമാരാവണം, അങ്ങനെ ആഗ്രഹിക്കുന്നത്. കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ട് അസുഖം. ഞാനിങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവർ, നിങ്ങളിൽ ആരാണോ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കുന്നത് അവരാണ്. അവിടെ പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ നടന്നിട്ടില്ല. എൻ്റെ സ്റ്റാറ്റസ് അള്ളാഹുവിൻ്റെ അടുത്താണ്. ഞാൻ അവനെ ഭയപ്പെടാൻ തുടങ്ങി, ഞാൻ അവനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എൻ്റെ മഹത്വം കൈവരിച്ചത്. എൻ്റെ ലക്ഷ്യം അതാണ്. 5-ാമത്തേത്, ജനങ്ങൾ മുഴുവനും അസൂയ വെക്കുന്നുണ്ട്, പാര വെക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ അസൂയ പറയാ. ആർക്കും ഒരു അനുഗ്രഹം കിട്ടുന്ന സന്തോഷം പറയുന്നില്ല. ഒരു നല്ല വീട് കാണുമ്പോൾ അറബിനെ പറ്റിച്ച് കൊണ്ടുവന്നതായിരിക്കും. എന്തിനങ്ങനെ പറയേണ്ട? നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ അതിനെപ്പറ്റി? നിങ്ങളുടെ വല്ല പ്രൂഫ് ഉണ്ടോ അതിനെപ്പറ്റി? നമ്മളെക്കാളും ഒരു നല്ല വീടോ ഒരു വാഹനമോ ഒരു സൗകര്യമോ കാണുമ്പോഴേക്കും അസൂയ പറയാ. എന്തുണ്ടായിട്ടെന്താ? അറുപ്പിശുക്കനല്ലേ, ഒരു മനുഷ്യനെന്തേ കൊടുക്കാറുണ്ടോ? എന്തിന് നിങ്ങളത് പറയണം? അയാൾക്കൊരു നന്മനസ് അല്ലാഹ് കൊടുക്കട്ടെ. ഒരുത്തന് നല്ല വീട്, അൽഹംദുലില്ലാഹ്, അയാൾ രക്ഷപ്പെട്ടില്ലേ? അയാളുടെ കാര്യത്തിന് പിരിവെടുക്കണ്ടല്ലോ, ബാക്കിയുള്ളവർ നോക്കിയാൽ പോരെ. ഒരാൾ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്. 2 ആൾ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്. അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്? ഒരു വീട് കൂടിയിരിക്കാൻ അല്ലേ, ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞ പരിപാടി. എനിക്ക് തോന്നുന്നു അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത്. അത് കയറി വരുന്ന ആ വീട്ടുകാർക്ക് മാത്രമേ അന്ന് സന്തോഷം ഉണ്ടാവുള്ളൂ. ആ കയറി വരുന്ന ഒരൊറ്റ കുട്ടിക്ക് സന്തോഷം ഉണ്ടാവില്ല. ഒരു നല്ല വീടാണെങ്കിൽ, അത്യാവശ്യം നല്ല വീടാണെങ്കിലേ എന്നെ വെട്ടിച്ചുട്ടോ, കണ്ടില്ലേ? ടോയ്ലറ്റൊക്കെ ജർമ്മനിയിൽ നിന്ന് ഇറങ്ങിയത്, ഞാനത് ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിച്ചത്, ഇപ്പോൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും എന്തിനെ അസൂയ? എന്നിട്ട് ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് ഇവരൊക്കെ അസൂയറ്റ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണത്. ഭക്ഷണങ്ങൾ പിന്നെപ്പോഴെങ്കിലും കൊടുത്തോളൂ. എന്തിനതൊക്കെ കാണിച്ചു കൊടുത്ത് പെലിപ്പിച്ച് മനുഷ്യന്മാരുടെ ശാപം ഏറ്റു? നമ്മൾ ശപിക്കാൻ പാടില്ലെന്ന് പറയാനാണ് ഞാനീ പറയണത്. ഒരു നല്ല കാര്യം ചെയ്യുന്നത് വേണ്ടെന്ന് പറയല്ല. പക്ഷേ നമ്മൾ അസൂയ പറയാൻ, അസൂയ വെക്കാൻ, അസൂയപ്പെടാൻ. അപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ വചനം കാണുന്നു സൂറത്തു സുഖ്റുഫിൽ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ലോകത്ത് മനുഷ്യൻ ഓരോരുത്തനും എത്ര കാശ് വേണം, എന്താണ് അവന് ലഭിക്കേണ്ടത്, എല്ലാം ഞാൻ ഓഹരി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് അല്ലാഹു പറയാൻ. പിന്നെ എന്തിന് ഞാൻ അസൂയപ്പെടണം? എനിക്ക് കിട്ടേണ്ടത് അല്ലാഹ് തീരുമാനിച്ചു, അവന് കിട്ടേണ്ടത് അല്ലാഹ് തീരുമാനിച്ചു. ഞാൻ എന്തിന് അസൂയപ്പെടണം? ഞാൻ എൻ്റെ 30 വർഷത്തെ ശിഷ്യനായി അങ്ങയുടെ കൂടെ ജീവിച്ചതിൽ പഠിച്ച 8 പാഠങ്ങളിൽ 5-ാമത്തെ പാഠം അതാണ്. അള്ളാഹു തീരുമാനിച്ചു വെച്ച വിഷയത്തിൽ ഞാൻ എന്തിന് അസൂയപ്പെടണം? ജനങ്ങൾ അസൂയപ്പെടുന്നുണ്ട്, ഞാനത് വേണ്ടെന്ന് വെച്ചു. പറയ ഹാത്തിമേ, 6-ാമത്തേതെന്താണ്? ഞാൻ കണ്ടു റഅയ്തുഹും യതആദഊൻ, പരസ്പരം ശത്രുക്കളായി ജീവിക്കുന്നുണ്ട്, മിണ്ടുന്നില്ല, പിണക്കത്തിലാണ്. വാപ്പ മക്കളോട്, മക്കൾ വാപ്പയോട്, ജ്യേഷ്ഠൻ അനുജനോട്, പെങ്ങൾ ആങ്ങളയോട്,
മരുമകൾ അവളുടെ അമ്മായിയമ്മയോട് ഇങ്ങനെ ആകെ ശത്രുതയാണ്. കുടുംബങ്ങളൊക്കെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഒരു ചെറിയ ഫംഗ്ഷൻ വരുമ്പോ ചോദിക്കുക, എന്താ ഇപ്പൊ അമ്മായി വരാത്തത്? അമ്മായി വരുമായിരിക്കും. എവിടെ അമ്മായി വരില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചതാ. എന്തോ ചെറിയൊരു വിഷയമാണ്. ഇങ്ങനെ നിസ്സാര വിഷയങ്ങൾക്ക് ചോരബന്ധങ്ങളൊക്കെ വെറും പൈസക്ക് വേണ്ടിയായി മാറിയൊരു കാലമാണ്, വല്ലാത്തൊരു കാലം. എന്നിട്ട് ഈ പൈസ കൊണ്ട് എന്താ ഇപ്പം നേടിയത്? അതും കെട്ടിപ്പിടിച്ചിരിക്കേ. ഒരു മനുഷ്യന്റെ സ്നേഹം കിട്ടുമോ ഈ ശത്രുത ഉള്ളവർക്ക്? ജനങ്ങളിങ്ങനെ ശത്രുതയിൽ പരസ്പരം പഴിചാരി, പരസ്പരം കുറ്റം പറഞ്ഞ്, പരസ്പരം പിണങ്ങി നടക്കുന്നത് ഞാൻ കാണുന്നു. ഹാത്തിമുൽ അസ്വം തങ്ങൾ പറയാ. അപ്പോഴാണ് അല്ലാഹുവിന്റെ വചനം സൂറത്തു ഫാത്തിറിൽ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. നിങ്ങളുടെ ശത്രു പിശാചാണ്. മനുഷ്യനെ ശത്രുവാക്കരുത്, കുടുംബങ്ങളെ ശത്രുക്കളാക്കരുത്, കൂട്ടുകാരെ ശത്രുക്കളാക്കരുത്. പിശാചാണ് നിങ്ങളുടെ ശത്രു, ദുർവൃത്തികളാണ് നിങ്ങളുടെ ശത്രുവായി വരേണ്ടത്. അതിൻ്റെ പേരിൽ ഞാൻ ഒരു മനുഷ്യനോടും പിണങ്ങാറില്ല, ശത്രുത വെക്കാറില്ല. ഏഴാമത്തെ പാഠം, മനുഷ്യൻ അന്നം തേടി പരസ്പരം നിന്ദ്യനാവുന്നത് ഞാൻ കാണുന്നുണ്ട്. അന്നം തേടി നടക്കുമ്പോൾ റിസ്ക്കിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി മനുഷ്യൻ നിസ്സാരനാവുന്നുണ്ട്, മനുഷ്യരുടെ കാൽക്കൽ ചെന്ന് വീഴുന്നുണ്ട്, അവനവന്റെ ദീൻ പണയം വെക്കുന്നുണ്ട്, അവനവന്റെ വിശ്വാസം അടിയറ വെക്കുന്നുണ്ട്. ഇതെല്ലാം ജീവിക്കാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി. അങ്ങനെയാണ്. ഹിജാബ് ധരിക്കുന്ന പെണ്ണാണ്, ഒരു ജോലി കിട്ടി, ഇവിടെ ഹിജാബ് പറ്റൂല കേട്ടോ, എന്നായിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ ഹിജാബ് ഒഴിവാക്കിയേക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. സുബ്ഹാനല്ലാഹ്. നല്ല മറയിൽ ജീവിക്കുന്ന മോള, കെട്ടിക്കൊണ്ടുവന്ന ഭർത്താവ് ഇച്ചിരി ഫാഷനൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ആളാണ്. മൂപ്പര് പറഞ്ഞു, പിന്നെ എൻ്റെ കൂടെ പോരുകയാണെങ്കിൽ ഇതൊന്നും പറ്റൂലേ, ഒരു തട്ടം വേണമെങ്കിൽ കേട്ടോ, എന്നല്ലാതെ ഈ മൂടി കെട്ടിയ പരിപാടിയൊന്നും പറ്റൂല. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഓള് റെഡിയാണ്. അങ്ങനെ റെഡിയാവാൻ പാടില്ല. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു പടപ്പിനെയും അനുസരിക്കേണ്ടതില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു. അല്ലാഹുക്ക് ഇഷ്ടല്ലേ എന്ന ഒരു മഖ്ലൂക്കിനും അനുസരിക്കേണ്ട കാര്യമില്ല. അത് ഭർത്താവാണെങ്കിൽ ഉമ്മ പറയാ, നിന്റെ മുത്താപ്പൻ്റെ വീട്ടിലേക്ക് നീ പോവരുത്, ഉമ്മാക്കത് പറയാം, പക്ഷെ അതനുസരിക്കേണ്ട നിർബന്ധമല്ല മക്കൾക്ക്. എന്തേ? ഉമ്മ പറഞ്ഞ് തെറ്റാണ്. ഒരു തെറ്റ് ആര് പറഞ്ഞാലും അനുസരിക്കേണ്ട കാര്യമില്ല. ഉമ്മ ഒരു നന്മയാണ് മുറിച്ചു വെച്ചത്, കുടുംബ ബന്ധം മുറിച്ചു മാറ്റാൻ. അനുസരിക്കേണ്ട കാര്യമില്ല. ഉമ്മ പറഞ്ഞു മക്കളോട്, മക്കളെ വാപ്പാനോട് മിണ്ടാൻ പാടില്ല. ഉമ്മ പറഞ്ഞോട്ടെ, പക്ഷെ മക്കള് ഉമ്മയെ വേദനിപ്പിക്കാതെ വാപ്പയോട് ചെന്ന് മിണ്ടണം. അവർക്കത് വാപ്പയാണ്. വാപ്പ ഉമ്മയെ കാണരുതെന്ന് പറഞ്ഞ മക്കളോട് മക്കൾ ഉമ്മയെ ചെന്ന് കാണണം. വേർപിരിഞ്ഞ് നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരാൾക്കും ഒരു നന്മയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോലും അതനുസരിക്കേണ്ട കാര്യമില്ല. അല്ലാഹുവിനാണ് അനുസരണ. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. There is no obedience to any creature disobeying Allah. അതാണ് ഇസ്ലാമിന്റെ റൂൾ. മഹാനായ ഹാത്തിമുൽ അസ്വം പറയുന്നു, ജനങ്ങൾ അവനവന്റെ ദീൻ അന്നത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി അടിയറ വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ വചനം ശ്രദ്ധിക്കുന്നു. സൂറത്ത് ഹൂദിൽ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരാളും പട്ടിണി കിടന്ന് മരിക്കേണ്ടതില്ല. ഇവിടെ അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഫഷ്തഗൽതു ബിമാലിഹി ബിമാലഹു അലയ്യ വതറക്തു അല്ലദീ ലീ ഇൻദഹു. അതുകൊണ്ട് ഞാൻ അല്ലാഹു ഏറ്റെടുത്ത വിഷയം അവനെ തന്നെ ഭരമേൽപ്പിക്കുകയും ഞാൻ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്യാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിലെ അവസാനമായി പറയാനുള്ള 8ാമത്തെ പാഠം, റഅയ്തുഹും മുതവക്കിലീൻ. ഓരോരുത്തരും ഭരമേൽപ്പിക്കുന്നുണ്ട് ഓരോരുത്തരെ. ചിലരുടെ കച്ചവടമാണ്. ചിലർ പറയും 3 പീടികയിൽ നല്ല കച്ചവടം നടക്കുന്നുണ്ട്, കൈപ്പമംഗലത്ത് എനിക്ക് നല്ലൊരു ഷോപ്പുണ്ട്, കൊടുങ്ങല്ലൂരിൽ ജ്വല്ലറിയുണ്ട്, ഇവിടെ അതുണ്ട് ഇതുണ്ട്. അവൻ്റെ തവക്കുലതാ, അതുകൊണ്ട് എനിക്ക് പേടില്ല. ഓരോരുത്തരും അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലാ തവക്കുലാക്കുക. അല്ലെങ്കിൽ ഗൾഫിൽ മക്കൾക്ക് ജോലിയുണ്ട്, തവക്കുലിൻ്റെ ആശ്രയം അതാ. മക്കളെ ജോലി ഇങ്ങ് പോയോക്കണ്ടേ, ഓടി വരൂലേ പൊന്നാരസ്താതെ ദ്വാരക്കണേ. ഇക്കാലം വരെ പള്ളിക്ക് വരാത്തവരൊക്കെ വരും. ദ്വാരപ്പിക്കാൻ. എന്തിപ്പോൾ സംഭവിച്ചത്? തവക്കുലങ്ങോട്ട് നീങ്ങിപ്പോയി. തവക്കുലാക്കിയത് കച്ചവടമായിരുന്നു, മക്കളായിരുന്നു, മക്കളുടെ ജോലിയായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയല്ലേ? അറിഞ്ഞോ അറിയാതെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അള്ളാഹുവിനെ തവക്കുലാക്കുന്നുണ്ടോ? ജനങ്ങൾ ഓരോരുത്തരും അവരുടെ ജോലിയും ആരോഗ്യവും തവക്കുലാക്കുന്നുണ്ട്. മനുഷ്യന്റെ ആരോഗ്യം അള്ളാഹു കൊണ്ടുപോയാൽ എന്തുണ്ട് നമുക്ക്?
അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ. ഈ സദസ്സിലും വേദിയിലും പ്രായമുള്ളവരും അല്ലാത്തവരും രോഗികളുണ്ട്. അള്ളാഹു നീ ശിഫ നൽകണേ തമ്പുരാനെ, അള്ളാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ വിഷയങ്ങളിലേക്ക് അവരുടെ വിഷയങ്ങളെ ഭരമേൽപ്പിക്കുന്നത് കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു എന്ന് ഹാത്തിമുൽ അസ്വം. മക്കളെ നിങ്ങൾ പഠിപ്പിച്ചോളൂ, അവർ ലണ്ടനിലും UK യിലും അമേരിക്കയിലും കാനഡയിലും എവിടെ പോയി പഠിച്ചോട്ടെ, പക്ഷേ നിങ്ങളുടെ തവക്കുൽ അവരാവരുത്. നിങ്ങൾ അള്ളാഹുവിനെ തവക്കുലാക്കിക്കോ. മക്കൾ നോക്കും, അതൊന്നും വിചാരിക്കേണ്ട, നോക്കുന്നത് അള്ളാഹുവാണ്. നമ്മളങ്ങ് മരിച്ചുപോയി എന്ന് വിചാരിക്കുക. പടച്ചവൻ്റെ കുട്ടികൾ ആര് നോക്കും? നിന്റെ കുട്ടികൾ അള്ളാഹ് പടച്ചത് നിന്നെ കണ്ടിട്ടല്ല, അള്ളാഹു നിന്നെ കണ്ടിട്ടല്ല നിന്റെ മക്കളെ പടച്ചത്. അതിനൊരു റബ്ബുണ്ട്. എൻ്റെ റബ്ബ് തആല മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ ഭരണാധികാരിയല്ലേ, രാജാവല്ലേ, ഒരു സമ്പത്ത് പോലും ബാക്കിയില്ല എന്ന ഏതാനും ദിർഹം ആളുകളൊക്കെ പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മക്കളെ ഇങ്ങനെ ഒന്നും അവരുടെ കൈകളിലില്ലാതെ നിങ്ങൾ അവരെ ദരിദ്രന്മാരാക്കിയിട്ട് ഇട്ടേച്ചു പോകുകയാണോ എന്ന് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞു, വല്ലാഹു യതവല്ല സ്വാലിഹീൻ. എൻ്റെ മക്കള് നല്ല സ്വാലിഹീങ്ങളായ മക്കളാണെങ്കിൽ അള്ളാഹു സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കുമല്ലോ. വല്ലാഹു യതവല്ല സ്വാലിഹീൻ. അള്ളാഹു സജ്ജനങ്ങളെ പടച്ചോ ഏറ്റെടുക്കുമല്ലോ. പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? എൻ്റെ മക്കള് കുരുത്തക്കേട് കളിച്ച് ജീവിക്കാൻ പോവാൻ, ഞാൻ എന്തിനാ അവരെ കാര്യം ചിന്തിക്കണം? ഇത് വല്ലാത്ത മറുപടിയാണ്. ഇത് പറഞ്ഞത് ഒരു രാജാവാണ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അൽ-അമവി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് മഹാനായ ഹാത്തിമുൽ അസ്വമിന്റെ ജീവിതത്തിലൂടെ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിനെ ഭരമേൽപ്പിക്കേണ്ട ഉദാത്തമായ മാതൃക നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കേണ്ട ഒരു സമയമാണിത്. ഖൽബ് കൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് അള്ളാഹുവിനെ ഏൽപ്പിക്കും. ഒരാൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തീരുമാനിക്കാതെ ഒന്നുമേ ആർക്കുമേ ഇവിടെ ചെയ്യാൻ കഴിയില്ല. ഇതാണ് അള്ളാഹുവിനല്ലോ. പക്ഷേ നമ്മൾ മിണ്ടാണ്ടിരിക്കണം എന്നല്ല, നമ്മൾ അധ്വാനിക്കണം. പ്രതിഷേധങ്ങള്, നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ സൽക്കർമ്മങ്ങള്, നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാം മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഒരിക്കലും തന്നെ മനസ്സിനെ തളർത്താൻ ഒരാൾക്കും സാധ്യമാവരുത്. ഒരു മുസ്ലിം ഒരിക്കലും, ഒരു വിശ്വാസിയും ഖൽബ് കൊണ്ട് തളരാൻ പാടില്ല. നമ്മൾ മനസ്സുകൊണ്ട് തളരുന്നവരല്ല. നഹ്നു ഖൗമുൻ നഈഷു അലൽ അമൽ. നമ്മൾ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഫഇൻ തഹഖഖ ഫദാക്. ആ പ്രതീക്ഷ പോലെ സംഭവിച്ചാൽ അത് അങ്ങനെ തന്നെ സൗഭാഗ്യം. ഇനി ഇത് സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക, ഫഖദ് ഇശ്നാ അലാ അമൽ. ഒരുപാട് കാലം പ്രതീക്ഷയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലേ, അതും ഒരു ലാഭമല്ലേ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പേടിപ്പിക്കുകയല്ല, നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഭയപ്പെടരുത്, അള്ളാഹുവിനെ ഭയപ്പെടാവൂ, മനുഷ്യനെ ഭയപ്പെടരുത്. മനുഷ്യനൊന്നും ഇങ്ങനെ വീമ്പിളുക്കുന്ന ആളുകൾക്ക് ഒരു അറ്റാക്ക് വന്നാൽ, ഒരു കൊറോണ പിടിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ ഈ ലോകത്തൊച്ചപ്പാടുണ്ടാക്കുന്ന മുഴുവൻ ആളുകളുടെയും വിഷയം. നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഇടപെടലുകൾ ഭൂമി ലോകത്ത് കാണുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ പേടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാണ് നമ്മൾ ഈ പേടിക്കുന്നത്? ആ പേടിയുടെ ഒരു 10-1 അള്ളാഹിനെ പേടിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമായിരുന്നു. നമ്മളിപ്പോൾ പേടിക്കണില്ല ചില ആൾക്കാരെ. അവരെ പേടിക്കുന്നതിൻ്റെ ഒരു 10-1 അള്ളാഹിനെ പേടിച്ചിരുന്നെങ്കിൽ, പടച്ച തമ്പുരാനെ ഭയപ്പെട്ടിരുന്നെങ്കിൽ സ്വർഗപ്രവേശനത്തിന് കാരണമായേക്കാം. അള്ളാഹു റബ്ബിനെ ഭരമേൽപ്പിക്കുന്നവരായി അള്ളാഹു നമ്മ മാറ്റിത്തരട്ടെ. അള്ളാഹു നമ്മ മാറ്റിത്തരട്ടെ. ഈ ഉമ്മത്തിൽ സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. സാബിഖൂനുണ്ട്, നന്മയിലേക്ക് ഓടി വരുന്ന ആളുകൾ, സന്മാർഗത്തിലേക്ക് ഓടി വരുന്ന ആളുകൾ, സജ്ജനങ്ങൾ, സ്വർഗത്തിലേക്ക് ഓടി വരുന്ന ആളുകൾ. സാബിഖൂൻ സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു പറഞ്ഞവർ. അവർ മുൻഗാമികളിൽ ഒരുപാടുണ്ട്, പിൻഗാമികളിൽ കുറച്ചുള്ളൂ. സാബിഖീൻ അസ്ഹാബുൽ യമീൻ സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. അവർ മുൻഗാമികളിലും പിൻഗാമികളിലും ഒരുപാടുണ്ട്, നന്മയുടെ പക്ഷക്കാർ. നമ്മൾ അതും കഴിഞ്ഞ് അടുത്ത ഗ്രേഡിലേക്ക്, സാബിഖീങ്ങളിലേക്ക് കടക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ വാക്കുകൂടെ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഇബാദത്തിന് നിന്നിട്ട് കാലിൽ വടികൊണ്ടടിച്ചുകൊണ്ട് പറയുമത്രേ, أيظن أصحاب محمد صلى الله عليه وسلم أن يستأثروا به دوننا والله لنزاحمنهم عليه زحاما حتى يعلموا أنهم قد خلفوا وراءهم رجالا. താബിഇയാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്രാഹിം നബിയെ തീയിലിട്ട് പരീക്ഷിച്ചില്ലേ നമ്രൂദ്? അങ്ങനെ തീയിലെറിയപ്പെട്ട് പരീക്ഷിച്ച് തീ കൊണ്ട് ഒരു രോമത്തിന് പോലും
പോറലേൽക്കാതെ രക്ഷപ്പെട്ട ഒരു സ്വഹാബി, ഒരു താബിഇയുണ്ട്. അതാണ് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. താബിഇയാൻ, തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉമർ തങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടാ പറഞ്ഞത്. അന്ന് യമനിലെ കള്ളപ്രവാചകത്വം വാദിച്ചിരുന്ന ആള് അൽ അസ്വദുൽ അനസി, അദ്ദേഹമാണ് അന്നത്തെ പ്രഭാഷകനായിരുന്ന അബൂ മുസ്ലിം അൽ ഖൗലാനിയെ തീയിലേക്ക് എറിഞ്ഞത്. തീയുണ്ടാക്കിയിട്ട് അതിലേക്ക് എറിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു കുഴപ്പമില്ലാണ്ട് എഴുന്നേറ്റ് വന്നു എന്നാ, ഒരു കുഴപ്പമില്ലാണ്ട്. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി കറാമത്ത് കണ്ടിട്ട്. മഹാൻ നേരെ വന്നത് പിന്നെ മദീനയിലേക്കാണ്, മക്ക വഴിയാ വരുന്നത്. മദീനയിലേക്ക് വന്ന് ഹബീബിന്റെ പള്ളിയിലെ ഒരു തൂണിന്റെ പിന്നിൽ നിസ്കരിക്കുക. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഇതാ അബൂ മുസ്ലിം അൽ ഖൗലാനിയാണ്, അത് അബൂ മുസ്ലിം അൽ ഖൗലാനി. അപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പള്ളിയിലുണ്ട്. തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങളാണോ അബൂ മുസ്ലിം അൽ ഖൗലാനി? അതേ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് الذي أرانا في أمة محمد من فعل به ما فعل بإبراهيم عليه السلام. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എന്താണോ ചെയ്തത് അതുപോലെ ഈ ഉമ്മത്തിൽ നടക്കുകയും എന്നിട്ട് രക്ഷപ്പെടുകയും ചെയ്ത ഒരാളെ എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി. ആ മഹാനാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ. മഹാൻ നിസ്കാരത്തിൽ ശ്രദ്ധിച്ച്, ഇബാദത്തിൽ ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ വിഷയം ശ്രദ്ധിച്ചാൽ ഈ NRCക്ക് അള്ളാഹു തആല ശ്രദ്ധിക്കും. നമ്മൾ എന്തിൽ ടെൻഷൻ ആവേണ്ട. നമ്മൾ അള്ളാഹുവിൻ്റെ വിഷയം ശ്രദ്ധിക്കുക, നമ്മൾ റബ്ബിനോടുള്ള ബാധ്യത ശ്രദ്ധിക്കുക. അവിടെ വീഴ്ച വരുത്തി സിന്ദാബാദ് വിളിച്ച് മഗ്‌രിബിസ്കരിക്കാതെ, സിന്ദാബാദ് വിളിച്ച് സുബഹില്ല, സിന്ദാബാദ് വിളിച്ചിട്ടുണ്ട് ഇശാസ്കരിച്ചിട്ടില്ല, എന്ത് അള്ളാഹു തൂത്തെറിയും നമ്മളൊക്കെ. അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മൾ അള്ളാഹുവിനോട് കരാർ ചെയ്ത ആളുകളാണ്, അള്ളാഹുവിനോട് വഅദ ചെയ്തവരാണ്. വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമ. അള്ളാഹുവേ നീയാണ്, യു ആർ ദ ലോർഡ് ഓഫ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്, ഹനീഫൻ മുസ്ലിമൻ. I'm on your straight path. അല്ലാഹുവേ ഞാൻ നേരായ മാർഗ്ഗത്തിലാണ് പടച്ചവനെ. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. Definitely my prayer, my worship, my life and death all belong to you Allah. ഇതെല്ലാം നിനക്കാണ് റബ്ബേ. എൻ്റെ ജീവിതം, എൻ്റെ മരണം നിനക്കാണ് എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവരാ നമ്മൾ അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം ആലോചിക്കുക. മഹാനവറുകൾ കാലിൽ വടി കൊണ്ടടിച്ചുകൊണ്ട് പറയും, തളരുമ്പോ, ഇബാദത്ത് ചെയ്ത് തളരുമ്പോ, ഏ അബൂ മുസ്ലിമേ നീ എന്തായി തളരുന്നത്? അയദുന്നു അസ്ഹാബു മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ സ്വഹാബിമാര് വിചാരിക്കുന്നുണ്ടോ അയസ്തഅ്തിറൂ ബിഹി ദൂനനാ, നമ്മെ കൊണ്ടുപോകാതെ അവരൊറ്റക്ക് സ്വർഗത്തിൽ പോകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? വല്ലാഹ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലനുസാഹിമന്നഹും അലൈഹി സിഹാമ. സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് സ്വഹാബിമാർ തിക്കും തിരക്കും കൂടുമ്പോൾ അവിടെ തിക്കും തിരക്കും കൂടാൻ താബിഉകളായ ഞങ്ങളും കൂടെയുണ്ടാകും. അങ്ങനെ സ്വഹാബിമാർക്ക് അറിയണം, അന്നഹും ഖദ് ഖല്ലഫു വറാഅഹും റിജാല, അവരുടെ ബാക്കിൽ വന്നവരെ ഒന്നാം തരം ആൺകുട്ടികളായിരുന്നുവെന്ന് സ്വഹാബികൾക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് നമ്മളും ബാക്കിലല്ല. അവര് സ്വർഗത്തിന്റെ വാതിലിക്കൽ തിരക്കാൻ വരുമ്പോ, ഹബീബിന്റെ കൂടെ വരുമ്പോ അവിടെ തിരക്കാൻ ഞങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ മഹാൻ. അതൊരു വാക്കല്ല, അത് എത്ര വിശദീകരിക്കണം. എന്താണ് പറയണത്? ഞങ്ങളും വിട്ടുനിൽക്കും, ഞങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ, ഞങ്ങളും വിട്ടുനിൽക്കുന്നില്ല, ഞങ്ങളും അധ്വാനിക്കുകയാണ്. നിങ്ങൾ ഹബീബിന്റെ സുഹ്ബത്ത് കൊണ്ട് സ്വർഗത്തിലെത്താൻ ഞങ്ങൾ ഇബാദത്ത് കൊണ്ട് ഞങ്ങളും കൂടെയുണ്ട്. അങ്ങനെ സ്വഹാബിമാർക്ക് തോന്നണം ഞങ്ങളുടെ പിറകെ വന്നവർ ഒന്നാം തരം ചുണക്കുട്ടികളാണ് എന്ന് അവർക്ക് തോന്നണം. അതുകൊണ്ട് അബൂ മുസ്ലിമേ നിന്റെ ഉറക്കം ക്ഷീണൊന്നും കാണിക്കണ്ട, നീ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് സ്വന്തം നഫ്സിനോട് വടികൊണ്ടടിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന ഇബ്രാഹിം നബിയെ പോലെ തീയിലെറിഞ്ഞ് രക്ഷപ്പെട്ട താബിഇയാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു തിരിച്ചറിവ് വന്നാൽ നമുക്കൊരു ഉണർവ് വരാനാണ്. അവരെ പോലെ നാവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ ഇന്നാ നുഹിബ്ബുഹും, നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയാണ്, അവരെ സ്നേഹിക്കുകയാണ്. സ്നേഹിക്കുന്നത് സജ്ജനങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ നിമിത്തമാകും. അള്ളാഹു നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ, ആമീൻ. ഒരു സ്ലിപ്പ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതൊരു പിരിവിൻ്റെ സ്ലിപ്പല്ല, അതൊരു വലിയൊരു അത്ഭുതമാണ്. ഈ പരിപാടിക്ക് അങ്ങനെ ഒന്നും ഇവിടെ ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല. ഒരു ലൈഫ് ടൈം ടേബിളാണ്. നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു മാസം നമ്മൾ എത്ര നന്മകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ, ടിക്ക് ചെയ്യാൻ അവസരമുണ്ട്. സുബഹിയും സുന്നത്തും സൂറത്തു യാസീൻ ഒരു ദിവസം ഓതുക. ഇസ്തിഗ്ഫാർ ഒരു 100 തവണയെങ്കിലും ഹബീബ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ, സ്വലാത്തൊരു 313, ഒരു 100 തവണ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദുഹാ നിസ്കാരം ളുഹറും സുന്നത്തും
അസറും മഗ്രിബും ഇശാമതിൻ്റെ സുന്നത്ത് സൂറത്തു യാസീൻ, സൂറത്തു ദുഖാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, ഇങ്ങനെ പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകൾ, വിത്ര നിസ്കാരം, വുളുവോടുകൂടെ കിടക്കുമ്പോഴുള്ള ദിക്റ് ചൊല്ലുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കും മക്കൾക്കും ഒരു ചെറിയൊരു ടൈം ടേബിൾ. ഞങ്ങൾ അബുദാബിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് മുഹമ്മദ് കുഞ്ഞി എന്ന് പറയും, കാസർഗോഡുള്ള, അദ്ദേഹം തയ്യാറാക്കിയത് നമ്മൾ അബുദാബിയിലെ ക്ലാസ്സിൽ ഇത് വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനും കൂടെ ഉണ്ട്, നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് മലയാളം അറിയാത്തവർക്ക്. പക്ഷേ ഇവിടുത്തെ മലയാളത്തിലാണ്. ഇത് നമ്മൾ കൊണ്ടുപോവുക, ഒന്ന് ഫോട്ടോ കോപ്പി എടുക്കുക, നമ്മളൊരു ടൈം ടേബിൾ ഒന്ന് ടിക്ക് ചെയ്യാൻ എത്ര നമുക്ക് സാധിക്കുന്നുണ്ട്. കുറേ നന്മകൾ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇവിടെ നമ്മുടെ ഈ സ്ലിപ്പ് ഇവിടെ തയ്യാർ ചെയ്തത് നമ്മുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് CH സെയ്ദ് മുഹമ്മദ് ഹാജി, VH സെയ്ദ് മുഹമ്മദ് ഹാജി അവറുകളാണ്. അദ്ദേഹത്തിന് അള്ളാഹു സർവ്വ ഖൈറും ചെയ്യട്ടെ. അതിലൊന്നും സാധാരണ സ്ലിപ്പ് കിട്ടി ഞങ്ങൾ അടുത്ത് വേറെ വരുമ്പോൾ പൈസ ഇട്ട് കൊണ്ടുവരണം എന്നാ പറയല്ലേ. അതൊന്നുമല്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് അളക്കാൻ, നിങ്ങളുടെ മക്കളും എത്ര നന്മ ചെയ്ത്. ഇത് ചെറിയൊരു ടൈം ടേബിളാണ്. ഇത് നമ്മൾ കൂട്ടി കൊണ്ട് ഇതൊരു ബേസിക് എന്ന് കൂട്ടിക്കോളൂ. ഇത്രയെങ്കിലും ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ അന്ത്യനാളിനോടടുത്ത കാലങ്ങളിൽ 100ഓളം സ്വഹാബകൾ ചെയ്ത കൂലി കിട്ടുന്ന അമലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഈ സായാഹ്നം അസ്റിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള ഈ സമയം ദുആക്ക് ഉത്തരമുള്ള നേരമാണ്. മഗ്രിബ് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അസ്റിൻ്റെ ശേഷം മഗ്രിബ് വരെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം അള്ളാഹു നീ ഞങ്ങളെ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹളറത്തിലേക്ക് ഈ നന്മയെ നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടെ നീ ഇഷ്ടപ്പെട്ട അനുയായികളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധിയാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് റബ്ബേ, ഞങ്ങളെ നീ നന്നാക്കി തരണേ പടച്ചവനെ. ഒരുപാട് തെറ്റ് ചെയ്തു പോയവരാണ് അള്ളാഹുവേ. നിൻ്റെ കാരുണ്യം കൊണ്ട് ഈ സജ്ജനങ്ങൾ ആമീൻ പറയുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവർക്കും നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഓർക്കാതെ ഞങ്ങൾ നടന്നു നീങ്ങിയ എല്ലാ നാൾവഴികളും സെക്കൻഡുകളും ദിവസങ്ങളും മണിക്കൂറുകളും ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നപ്പോഴും റബ്ബേ നിന്നോട് നന്ദി പറയാൻ കഴിയാതെ പോയ നിമിഷങ്ങൾ ഞങ്ങളോട് നീ പൊറുക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി പരിശുദ്ധമായ ഈ സദസ്സിൽ ദുആയിരക്കാൻ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. മാഷാ അല്ലാഹ്. ഇവിടെ ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപനമുണ്ട്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള 1 ഏക്കറോളം വരുന്ന പള്ളിക്കുളം കരിങ്കൽ ഭിത്തി കെട്ടി ഭദ്രമാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നടപ്പാതയും ചാരുബെഞ്ചുകളും സോളാർ ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. കൂടാതെ ഈ സ്ഥലത്ത് വളരെ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാരും മറ്റുമായ ആളുകൾക്ക് വിവാഹം മുതലായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ പന്തൽ നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം വിജയിപ്പിക്കട്ടെ. ദ്വാരക്കാൻ വസിയത്ത് ചെയ്ത് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അള്ളാഹു ഇതിൽ രോഗികളുണ്ട്, ഞങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഒരു രോഗിയുണ്ട്, അള്ളാഹു നീ ശിഫ നൽകണേ പടച്ചവനെ. അർഹമർ റഹീമെ, വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കൊറോണ രോഗം പിടിപെട്ടിരിക്കുകയാണ്. ഒരാളുടെ അനുജത്തിയുടെ മകൾക്ക് അള്ളാഹു നീ അവർക്ക് അത്ഭുതകരമായി ശിഫ കൊടുക്കണേ പടച്ചവനെ. ശിഫ കൊടുക്കണേ പടച്ചവനെ. നമ്മുടെ ഒരുപാട് മക്കൾ അവിടെ ചൈനയിലൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. അവർക്കൊക്കെ നീ കാവൽ നൽകണേ റബ്ബേ. എല്ലാവർക്കും കാവൽ നൽകണേ റബ്ബേ. എല്ലാ മനുഷ്യരെയും കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലും കുടുംബത്തിലും കച്ചവടത്തിലും ഒക്കെയായി ഒരുപാട് ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചവരുണ്ട്. എല്ലാം നീ സഫലമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് അറിവും ജ്ഞാനവും അതോടൊപ്പം കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു തൗഫീഖും ഉത്സാഹവും അള്ളാഹു നീ നൽകണേ റഹ്മാനെ. നിനക്കെന്തൊക്കെ ഇഷ്ടമാണോ അത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കണേ റബ്ബേ. നിനക്കെന്തൊക്കെ വെറുപ്പുണ്ടോ അത് ഞങ്ങൾക്ക് തന്നെ വെറുപ്പാക്കി തരണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹു ഈ രാജ്യം സുരക്ഷിതമാക്കണേ റഹ്മാനെ. അള്ളാഹു ഈ രാജ്യത്തിൻ്റെ നന്മയെ ആര് തകർക്കുന്നുവോ അവരെ നീ കൈപിടിച്ചു കെട്ടണേ തമ്പുരാനെ. കാരുണ്യവാനെ, ഇത് സമാധാനമുള്ള ഒരു പ്രദേശമാക്കണേ പടച്ചവനെ. അള്ളാഹു ഈ രാജ്യം ഖിയാമത്ത് നാൾ വരെ പാരസ്പര്യ ബോധത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ ആ ഒരു പാരമ്പര്യം എന്നും കാത്തു സൂക്ഷിക്കുന്നൊരു നാടാക്കി നിലനിർത്തണേ തമ്പുരാനെ. അള്ളാഹുവെ, നീ ഞങ്ങളിൽ നിന്നെല്ലാ നിൻ്റെ പരീക്ഷണങ്ങളെയും ഉയർത്തേണമേ റഹ്മാനെ. എടുത്തു കളയണേ തമ്പുരാനെ. കൊറോണ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നീ കാവലിലാക്കണേ റബ്ബേ. ഇവിടെ ദുആയിരക്കാൻ പറഞ്ഞ സഹോദരിക്കും നീ ശിഫ നൽകണേ പടച്ചവനെ. ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ റബ്ബേ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹ.
അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹാ 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 അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹാ. അല്ലാഹു ആ സഹോദരിക്ക് ശിഫ നൽകട്ടെ. നാട്ടിലെ തൊട്ടടുത്ത് കൊറോണ അറിയപ്പെട്ട ഒരു കേസാണത്. അല്ലാഹു സഹോദരിക്ക് ശിഫ നൽകട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും കാവലിലാക്കട്ടെ. നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ ഒരുപാട് നേരത്തെ ഇവിടെ എത്തിച്ചേർന്നവരാണ്, വെയിലും ചൂടിലും വന്നിരുന്നവരാണ്. അല്ലാഹു ഇതൊക്കെ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്താൻ നിമിത്തമാക്കണേ റബ്ബേ. ഞങ്ങളുടെ സഹോദരങ്ങൾ, രക്ഷിതാക്കന്മാർ ഒരുപാട് തിരക്കുള്ള സമയത്താണ് അതൊക്കെ മാറ്റിവെച്ച് എളിമിൻ്റെ സദസ്സിലേക്ക് വന്നത്. അല്ലാഹുവേ, ഇവിടുത്തെ പുതിയകാവ് മഹല്ലു ജമാഅത്തിൻ്റെ ഈ പരിപാടിക്ക് വേണ്ടി വളരെ ആവേശത്തോടുകൂടെ പ്രവർത്തിച്ച അബുദാബി കമ്മിറ്റിക്കാർ, ഗൾഫിലെ നമ്മുടെ പ്രവർത്തകന്മാർ, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നീ കബൂലാക്കണേ പടച്ചവനെ. ഇവിടുത്തെ വോളണ്ടിയർമാർ, ലേഡീസും ജെൻസുമായിട്ടുള്ള ഈ പരിപാടിയുടെ ഗുണകാംക്ഷികൾ, സഹകാരികൾ എല്ലാവരും ഈ പരിപാടിക്ക് വേണ്ടി എന്തെല്ലാം മനസ്സുകൊണ്ടെങ്കിലും കൂടെ നിന്നുകൊണ്ടെങ്കിലും സഹായിച്ചവർ, അല്ലാഹു ഇത് നന്മ പഠിക്കാൻ നിമിത്തമായ, ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു നിമിത്തമായ മജ്ലിസാക്കി മാറ്റണേ റഹ്മാനെ. ദുആക്ക് ഉത്തരം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ റള അന്ന, നീ ഞങ്ങളെ തൃപ്തിപ്പെടണേ റബ്ബേ. അല്ലാഹുമ്മ റള അന്ന, നീ ഞങ്ങളെ തൃപ്തിപ്പെടണേ റബ്ബേ. അല്ലാഹുമ്മ റള അന്ന, അല്ലാഹു നീ ഞങ്ങളെ തൃപ്തിപ്പെടണേ റബ്ബേ. മരിക്കുമ്പോൾ ഈമാൻ നൽകണേ റഹ്മാനെ. സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. സ്വർഗ്ഗലോകത്ത് നീ ഞങ്ങളെയും മാതാപിതാക്കളെ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, അല്ലാഹുവേ, അല്ലാഹു ദീനിൻ്റെ പേരിൽ ഞങ്ങളുമായി ബന്ധമുള്ളവർ, സ്നേഹമുള്ളവർ, ഞങ്ങളെല്ലാവരെയും നിൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തന്ന് നിന്നെ കാണിച്ചു തന്ന് സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ